وبركاته. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه كلهم أجمعين. الصلاة والسلام عليك يا رسول الله، الصلاة والسلام عليك يا حبيب الله. كلما ذكرك الذاكرون وغفل عن ذكرك الغافلون، وكلما أحبك المحبون وأبغضك المبغضون. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فلا أقسم بمواقع النجوم، وإنه لقسم لو تعلمون عظيم. إنه لقرآن كريم في كتاب مكنون لا يمسه إلا المطهرون. تنزيل من رب العالمين. أفبهذا الحديث أنتم مدهنون، وتجعلون رزقكم أنكم تكذبون. صدق الله. صدق الله مولانا العظيم، وصدق وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന നമ്മുടെ സൂറത്തുൽ വാഖിയ വചനപ്പൊരുളുകളിലൂടെയുള്ള ഈ യാത്ര അവസാനിക്കാറായി. നാളത്തോടുകൂടെ ഇൻഷാ അല്ലാഹ് ഈ വേദി ദുആ ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാം. രാത്രി ഇൻഷാ അല്ലാഹ് നമ്മൾ ഉദ്ദേശിച്ചതുപോലെയുള്ള പരിപാടികൾ വളരെ വിശാലമായ രൂപത്തിൽ തന്നെ നടത്താൻ തീരുമാനിച്ച വിവരം നിങ്ങൾ അറിഞ്ഞു. നേരത്തെ ചെറുതാക്കണമെന്ന് കരുതിയാലും പേരൂർ ഉസ്താദിനെ കിട്ടുകയും ആ പരിപാടി ഒരു വമ്പിച്ച പരിപാടിയാക്കി നടത്താൻ തന്നെ നമുക്ക് തൗഫീഖ് ലഭിക്കുകയും ചെയ്തു. അല്ലാഹു എല്ലാം സന്തോഷം പോലെ ആക്കി തരുവട്ടെ. എല്ലാം സന്തോഷം പോലെ ആക്കി തന്നു ഇഹപര വിജയം നേടുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തു വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് നാം ചർച്ച ചെയ്യാൻ ബാക്കിയുള്ള ഭാഗം ഇപ്പോൾ നമ്മൾ കുറേ കേട്ടതൊന്ന് ഓർക്കുക. ലോകാവസാനം കഴിഞ്ഞ് നാളെ മറ്റൊരു ലോകം തുടങ്ങുന്നു. അവിടെ ജനങ്ങൾ 3 വിഭാഗമാകുന്നു. ഉത്തമ വിഭാഗമുണ്ട്, മധ്യമ വിഭാഗമുണ്ട്, ഹതഭാഗ്യരുണ്ട്. ആ ഉത്തമ വിഭാഗത്തിന് കിട്ടുന്ന സ്വർഗം, ആ സ്വർഗം ശ്ലീലം മാത്രം ആസ്വദിക്കാനുള്ള ലോകം, അശ്ലീലം അവിടെയില്ല. മധ്യവിഭാഗത്തിന് കിട്ടുന്ന സലാമത്ത്,
സ്വർഗത്തിലെ ഇഹലോക തരുണികൾ ഹൂർലിങ്ങളെ വെല്ലുന്ന രൂപത്തിൽ ഭൂമിയിലെ പെണ്ണുങ്ങൾക്ക് പവർ ഉണ്ടാകണമെങ്കിൽ അല്ലാഹു നിശ്ചയിച്ച നിയമവിലക്കുകളിൽ നിന്നുകൊണ്ട് ജീവിക്കുമ്പോൾ മാത്രമേ അത് ലഭിക്കൂ എന്ന ശക്തമായ താക്കീത്. ഹതഭാഗ്യരും നരകവും നീ റബ്ബിൻ്റെ സൃഷ്ടിയാണ്. നിന്റെ കയ്യിലുള്ള വെള്ളം അല്ലാഹു തന്നതാണ്. നിന്റെ കയ്യിലുള്ള ഭക്ഷണം അല്ലാഹു തന്നതാണ്. നിന്റെ കയ്യിലുള്ള തീയ് അല്ലാഹു തന്നതാണ്. ഭക്ഷണവും വെള്ളവും തീയും ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ അവശ്യ ഘടകങ്ങളായ 3 വസ്തുക്കളാണ്. ആ അവശ്യ വസ്തുക്കൾ മുൻനിർത്തിയിട്ട് റബ്ബ് ചോദിച്ചു, ഈ അനുഗ്രഹങ്ങളൊക്കെ ചെയ്തു തന്നിട്ട് നീ എന്തുകൊണ്ട് എന്നോട് ശുക്ർ കാണിക്കുന്നില്ല? അതിലുപരി തീ അനുഗ്രഹത്തോടൊപ്പം തന്നെ അതിൻ്റെ ഒക്കെ മുമ്പ് തീയിനെ ഞാൻ വലിയ പാഠമായിട്ടാണ് നിനക്ക് അവതരിപ്പിച്ചത്. തദ്കിറ എന്നതിന് മഹാന്മാർ അർത്ഥം കൊടുത്തത് തദ്കീറൻ ലിനാരി ജഹന്നം, നരകാഗ്നിയെ ഓർമ്മിപ്പിക്കാനാണ് തീയ്. എന്നിട്ട് നീ എത്ര കണ്ട് ഉൾക്കൊണ്ടു? ഇതൊക്കെയാണ് നമ്മളിപ്പോൾ പറഞ്ഞെത്തിയ ഭാഗം. ഇനി പറയാൻ പോകുന്നത്, ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വിശുദ്ധ ഗ്രന്ഥവും അതിനോട് കാണിക്കുന്ന അലംഭാവവും. വിശുദ്ധ ഗ്രന്ഥത്തോടുള്ള അലംഭാവം, ഇതാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും ഇതാര് പറഞ്ഞതാണ്? ഖുർആനിൻ്റെ വാക്കുകളാണ്. ഖുർആനിൻ്റെ വാക്കുകളാണെന്നതുകൊണ്ട് തന്നെ ഒരിക്കലും ഇതേക്കുറിച്ച് ചെവി കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ഇനി നിങ്ങൾ അങ്ങോട്ട് തള്ളിക്കളഞ്ഞു എന്ന് വെക്കുക, സ്രഷ്ടാവിൻ്റെ വാക്കാണ്, സ്രഷ്ടാവിൻ്റെ വാക്കെന്ന നിലക്കത് കേൾക്കണം, എല്ലാം ശരി. പക്ഷേ എനിക്കും നിങ്ങൾക്കും സൗകര്യമില്ല അത് കേൾക്കാൻ. എന്നാൽ ഖുർആനിന് വല്ല മോശവുമുണ്ടോ? ഇല്ല. ഖുർആനാണ്. ഖുർആനിൻ്റെ പവർ എന്താണെന്ന് വ്യക്തമാക്കുന്നു. അത് നിങ്ങൾ അംഗീകരിക്കേണ്ടതായിരുന്നു എന്ന് വ്യക്തമാക്കുന്നു. ഖുർആനിനൊരു നഷ്ടവും അതുകൊണ്ടൊന്നും വരാനില്ല. ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്. പടച്ചറബിനും ഒരു നഷ്ടവും അതുകൊണ്ട് വരാനില്ല. ഭൂമി ലോകത്തുള്ള മനുഷ്യരെല്ലാം അള്ളാഹുവിനെ ആരാധിച്ചു. എന്നാൽ അള്ളാഹുവിന് ഒരല്പമെങ്കിലും പവർ വർദ്ധിക്കുമോ? ഇല്ല. ഭൂമി ലോകത്തുള്ള സർവ്വ വസ്തുക്കളും അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ നിന്ന് വിട്ടുനിന്നു എന്ന് സങ്കല്പിക്കുക. എന്നാൽ അള്ളാഹുവിന് വല്ല കോട്ടവും സംഭവിക്കുമോ? അതുമില്ല. നേട്ടം ലഭിക്കുന്നതും കോട്ടം സംഭവിക്കുന്നതും മനുഷ്യരായ നമുക്ക് തന്നെയാണ്. ഫലാ ഉഖ്സിമു ബിമവാഖിൻ നുജൂം വഇന്നഹു ലഖസമുൻ ലൗ തഅലമൂന അളീം ഇന്നഹു ലഖുർആനുൻ കരീം കിതാബിൻ മക്നൂൻ ലാ യമസ്സുഹു ഇല്ലൽ മുതഖറൂൻ. ഇതാണ് ഖുർആൻ. ഫലാ ഉഖ്സിമു ബിമവാഖിൻ നുജൂം. പടച്ച റബ്ബ് പറയുന്ന ഫലാ ഉഖ്സിമു ബിമവാഖിൻ നുജൂം, നക്ഷത്രങ്ങളുടെ അസ്തമാന സ്ഥാനങ്ങൾ, നക്ഷത്രങ്ങൾ അസ്തമിക്കുന്ന സ്ഥാനങ്ങൾ, നക്ഷത്രങ്ങൾ ചെന്നു വീഴുന്ന സ്ഥാനങ്ങൾ, അവയുടെ അസ്തമയ സ്ഥാനങ്ങൾ, അത് പിടിച്ച് ഞാൻ സത്യം ചെയ്യേണ്ടതില്ല. ഫലാ ഉഖ്സിമു ബിമവാഖിൻ നുജൂം, നക്ഷത്രങ്ങൾ കൃത്യമായി ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നു. സൂര്യൻ കൃത്യമായി ഉദിക്കുന്നു, അസ്തമിക്കുന്നു. ചന്ദ്രൻ വരുന്നു, അസ്തമിക്കുന്നു. ഇതൊക്കെ ലോക പ്രാപഞ്ചിക പ്രതിഭാസങ്ങളിലെ അത്ഭുതങ്ങളാണ്. അതൊക്കെ പിടിച്ച് അള്ളാഹു സത്യം ചെയ്യുന്ന ശൈലിയുണ്ട്. ചിലപ്പോൾ സൂര്യനെ പിടിച്ച് സത്യം ചെയ്യും, ചിലപ്പോൾ ചന്ദ്രനെ പിടിച്ച് സത്യം ചെയ്യും, ചിലപ്പോൾ നക്ഷത്രത്തെ പിടിച്ച് സത്യം ചെയ്യും. എല്ലാം ചെയ്യാറുണ്ട്. ഫലാ ഉഖ്സിമു ബിമവാഖിൻ നുജൂം, സൂര്യൻ അസ്തമിക്കുന്ന, നക്ഷത്രങ്ങൾ അസ്തമിക്കുന്ന സ്ഥാനങ്ങൾ സാക്ഷിയാണ്. നേരെ അതിൻ്റെ അർത്ഥം ഫലാ ഉഖ്സിമു ബിമവാഖിൻ നുജൂം എന്ന് പറഞ്ഞാൽ നേരെ അതിൻ്റെ അർത്ഥം പലപ്പോഴും സത്യം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ
അള്ളാഹു സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ ചിലപ്പോൾ സ്വാഭാവികമായി അറബി ഭാഷയെക്കുറിച്ച് കുറച്ചെങ്കിലും അറിയുന്ന ഒരാൾ സംശയിച്ചേക്കാം, ലാ ഉഖ്സിം എന്ന് പറഞ്ഞിട്ട് സത്യം ചെയ്യുന്നു എന്നെങ്ങനെയാ അർത്ഥം പറയുന്നത്? ഖുർആനിനെ വിമർശിച്ച ചിലർ വിമർശിച്ച ഒരു വിമർശനമാണത്. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ സാഹിത്യകാരന്റെ ഭാഷ മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകൾ വിമർശിച്ചപ്പോഴുണ്ടായ ഒരു വിമർശനമാണത്. സത്യം ചെയ്യുന്നില്ല എന്ന് പറയാ, ഉദ്ദേശം സത്യം ചെയ്യുന്നു എന്നാണ്. ഇതെങ്ങനെയാ ഒക്കുക? ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് വഅൻത ഹില്ലും ബിഹാദൽ ബലദ് വവാലിദിൻ വമാ വലദ്. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെയുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ആ ആശയം മനസ്സിലാക്കാൻ, അള്ളാഹു സത്യം ചെയ്യുക തന്നെയാണ് ഇതിന്റെ ഉദ്ദേശം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഖുർആൻ വ്യാഖ്യാതാക്കളിൽ ചിലരെങ്കിലും ആ ലാ എന്ന് പറഞ്ഞതിന് അർത്ഥമില്ലെന്ന് പറഞ്ഞത്. എന്തിന്? ആ ആശയം നമുക്ക് തിരിയാൻ. അതേസമയം ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ളവർ പറയുന്നത് കാണാം, ഖുർആനിൽ ഒരക്ഷരം കുറവോ ഒരക്ഷരം കൂടുതലോ ഇല്ല. ഖുർആനിൽ ഒരക്ഷരം കുറവോ ഒരക്ഷരം കൂടുതലോ ഇല്ല. പിന്നെ നമുക്ക് തിരിയാൻ വേണ്ടി മഹാന്മാർ ചിലപ്പോ പെട്ടെന്ന് അങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്ന് കരുതിയിട്ട് കൃത്യമായിട്ട് ആശയങ്ങൾ ധ്വനിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അതിൽപ്പെട്ടതാണ് ചിലപ്പോൾ ഒരു ചെറിയ അക്ഷരം കൂട്ടിക്കൊടുക്കലും ചെറിയ ഒരക്ഷരം ഉള്ളത് തൽക്കാലം അങ്ങോട്ട് മാറ്റിവെക്കാനൊക്കെ പറയുന്നത് നമുക്ക് തിരിയാൻ. അതേസമയം അതൊന്നും മാറ്റിവെക്കാതെ തന്നെ വിഷയത്തിന്റെ അർത്ഥം പൂർണ്ണമാണ്. കാരണം അള്ളാഹു പറയുന്നത് മവാഖിഉൻ നുജൂം കൊണ്ടൊന്നും ഞാൻ സത്യം ചെയ്യുന്നില്ല. കാരണം വഇന്നഹു ലഖസമുൻ ലൗ തഅലമൂന അദീം. അതുകൊണ്ടൊക്കെ പിടിച്ച് സത്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത സംഭവമാണ്, അതൊരു മഹാസംഭവമാണ്. നിങ്ങൾക്കതിന്റെ യാഥാർത്ഥ്യം അറിയുമെങ്കിൽ ആ സത്യം ചെയ്യുന്നതൊരു മഹാസംഭവമാണ്. നിങ്ങൾക്കതിന്റെ യാഥാർത്ഥ്യം അറിയുമെങ്കിൽ. പക്ഷേ അതുകൊണ്ടൊന്നും പിടിച്ച് സത്യം ചെയ്യേണ്ട കേസല്ല. കാരണം ഇവിടെ പറയാൻ പോകുന്നത് ഒരാൾക്ക് ബോധ്യപ്പെടാൻ പ്രയാസമുള്ള ഒരു വിഷയമല്ല. വളരെ ലളിതമായ ഒരു കാര്യം, വളരെ ലളിതമായ ഒരു കാര്യം. ആ ലളിതമായ കാര്യം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കത് വളരെ വ്യക്തമായി പെട്ടെന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഫലാ ഉഖ്സിമു ബിമവാഖിഇൻ നുജൂം. നക്ഷത്രങ്ങളുടെ അസ്തമാന സ്ഥാനങ്ങൾ പിടിച്ച് സത്യം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അത് നിങ്ങളതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയാൽ അതൊരു മഹാസത്യമാണ്, ഒരു വലിയ സംഭവമാണ്. ഇന്നഹു ലഖുർആനുൻ കരീം. തീർച്ചയായിട്ടും ഇത് നേരെ ചൊവ്വയുള്ള സത്യം മാത്രം വിളംബരം ചെയ്യുന്ന, മാന്യമായ ആശയങ്ങൾ മാത്രം പഠിപ്പിക്കുന്ന, ഒരുപാട് ആയിരക്കണക്കിന് ചുണ്ടുകളിലൂടെ, കോടിക്കണക്കിന് മുസൽമാന്റെ ചുണ്ടുകളിലൂടെ പാരായണം ചെയ്യുന്ന ഒരു മഹാഗ്രന്ഥമാണ്. ഇന്നഹു ലഖുർആനുൻ കരീം. അപ്പോൾ ആ സംഗതി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാലും അർത്ഥത്തിൽ അത് സത്യം ചെയ്യുന്നത് പോലെയാണ് അതിൻ്റെ ധ്വനി. സത്യം ചെയ്ത് പറയേണ്ട ഒരു വിഷയമൊന്നുമല്ല, സംഗതി പെട്ടെന്ന് ബോധ്യപ്പെടുന്നതാണ്. ഇന്നഹു ലഖുർആനുൻ കരീം. ഇന്നഹു ലഖുർആനുൻ കരീം. തീർച്ചയായിട്ടും ഇത് വിശുദ്ധ ഖുർആനാണ്. ഈ പറയുന്ന വാക്ക് വിശുദ്ധ ഖുർആനാണ്. ഇത് നിങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാവണം. ഇവിടെ മവാഖിഉൻ നുജൂം കൊണ്ട് അല്ലാഹു സത്യം ചെയ്യുന്നത് എന്താണ്? ഇതിന്റെ പവർ. നക്ഷത്രങ്ങൾ അസ്തമിക്കുന്ന സ്ഥാനങ്ങൾ എന്താണ്? ഈ നക്ഷത്രങ്ങൾ ചെന്ന് വീഴുന്ന സ്ഥലം എന്താണ്? അത് പിടിച്ച് സത്യം ചെയ്യാൻ കാരണം ജനങ്ങൾക്ക് പിടുത്തം കിട്ടാത്ത വലിയ വലിയ കാര്യങ്ങൾ. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം എത്ര ചെറുത് പറഞ്ഞാലും വലുത് പറഞ്ഞാലും ജനങ്ങൾക്കത് പൂർണ്ണമായും നിഗൂഢമാണ്. അവിടെയും ഇവിടെയൊക്കെ കുറച്ച് വിവരം ഉണ്ടാവുന്നല്ലാതെ സംഗതിയൊക്കെ ശരിയാണ്. ഉള്ളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പൂർണ്ണമായ ജ്ഞാനമുള്ളത് പടച്ച റബ്ബിന് മാത്രമേ ഉള്ളൂ. അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലതീഫുൽ ഖബീർ. ഇന്നലെ നമ്മൾ പറഞ്ഞു, സൃഷ്ടികളുടെ ഉള്ളറിയുന്നവൻ, തന്റെ ഉൽപ്പന്നങ്ങളുടെ മുഴുവൻ കഥയും അറിയുന്നവൻ, അത് അതിന്റെ സ്രഷ്ടാവ് മാത്രമാണ്. അവന് മാത്രമേ അത് പൂർണ്ണമായി പ്രവചിക്കാൻ കഴിയൂ, അറിയൂ. അതുകൊണ്ട് തന്നെ അള്ളാഹു ചിലപ്പോൾ ഉദാഹരണം പറയുന്നത്, അള്ളാഹു പിടിച്ച് സത്യം ചെയ്യുന്നതും ഉദാഹരിക്കുന്നതുമൊക്കെ ഒരു ഈച്ചയായിരിക്കാം, ബഅൂദത്തായിരിക്കാം. മസലമ്മ ബഅൂദത്തിനൊരു കൊതുവായിരിക്കാം ചിലപ്പോ. എന്തേ കാരണം? ആ കൊതുകിലിരിക്കുന്നത് എന്താണെന്ന് മനുഷ്യർക്ക് പലപ്പോഴും അറിയില്ല. മനുഷ്യർക്ക് അറിയുന്നതിന്റെ അപ്പുറത്ത് ആ കൊതുകിനെ സൃഷ്ടിച്ച സൃഷ്ടാവായ റബ്ബിനറിയാം.
അതുകൊണ്ട് കൊതുകിനെ പിടിച്ച് സത്യം ചെയ്താലും അത് അസ്ഥാനത്തല്ല, അതൊരു മഹാസംഭവം തന്നെയായിരിക്കും. ഇനി വലിയ വലിയ അങ്ങോട്ട് കയറി ഗോളങ്ങളെക്കുറിച്ച് അല്ലാഹു തആല പ്രതിപാദിക്കുമ്പം അത് വളരെയധികം പ്രാധാന്യമുള്ള വിഷയമാണ്. കാരണം പലപ്പോഴും നമ്മുടെ നിഗമനങ്ങളൊക്കെ പലപ്പോഴും തെറ്റാറുണ്ട്. നിഗമനങ്ങളിൽ എത്തിപ്പെടണമെങ്കിൽ തന്നെ കുറെ പഠിക്കണം, ഗവേഷണം നടത്തണം. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ചത്തിന്റെ മൊത്തം ചിത്രം പടച്ച റബ്ബിന്റെ അടുത്തുണ്ട്. ഈ പ്രപഞ്ചത്തിന്റെ മൊത്തം ചിത്രം അള്ളാഹുവിന് ശരിക്കറിയുന്നവനാണല്ലോ പടച്ച തമ്പുരാൻ. അതുകൊണ്ട് പടച്ച റബ്ബ് ഏതു പിടിച്ചു സത്യം ചെയ്താലും അതൊരു മഹാസംഭവമാണ്. അതുകൊണ്ട് കൃത്യമായി ഒരിക്കലും പിഴക്കാതെ ഉദിക്കുകയും അസ്തമിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ആ നക്ഷത്രങ്ങളിൽ കൃത്യമായി ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു റബ്ബുണ്ട് എന്ന ദൃഷ്ടാന്തമുള്ളത് കൊണ്ടാണ് അല്ലാഹു അത് പിടിച്ച് സത്യം ചെയ്യുന്നത്. ഒരിക്കലും മാറ്റങ്ങൾക്ക് വിധേയമാകാത്ത, ഇതിനെയൊക്കെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ഇതിലൊക്കെ പ്രതിഫലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റബ്ബ് ഇവിടെ ഉണ്ട് എന്ന കാര്യം ഉറപ്പാണ്. അല്ലെങ്കിലോ നക്ഷത്രങ്ങൾ അസ്തമിക്കുന്നത് അർദ്ധരാത്രിയിലാണ്. ആ അർദ്ധരാത്രിയെ പിടിച്ച് നക്ഷത്രങ്ങൾ അസ്തമിക്കുന്ന സമയങ്ങൾ സാക്ഷിയാണ്, സ്ഥലങ്ങളല്ല സമയങ്ങൾ സാക്ഷിയാണ്. എന്തുകൊണ്ട്? അള്ളാഹു ആ സമയം തന്നെ സത്യത്തിനെടുത്തു. ദുഹാ സമയം അള്ളാഹു സത്യത്തിനെടുക്കാൻ കാരണം ദുഹ പ്രധാനപ്പെട്ട ഒരു സമയമാണ്. ആ സമയത്ത് ഒരുപാട് ആളുകൾ ദുഹാ നിസ്കരിക്കുന്ന സമയമാണ്, ഒരുപാട് ആളുകൾ ഇബാദത്തുകളിൽ മുഴുകുന്ന സമയമാണ്. അതേ രൂപത്തിൽ അല്ലാഹു തആല തഹജ്ജുദിന് വേണ്ടി ജനങ്ങളെ എഴുന്നേൽക്കുന്ന സമയമാണ്. അപ്പൊ അല്ലാഹു തആല അത് പിടിച്ച് സത്യം ചെയ്യുന്നു. ഔലി അന്നദാലിക വഖ്തു ഖിയാമിൽ മുതഹജ്ജിദീൻ വൽ മുബ്തഹിരീന ഇലൈഹി തആല. അല്ലാഹുവിനെ ആരാധിക്കുന്ന, അല്ലാഹുവിലേക്ക് മുറിഞ്ഞിറങ്ങുന്ന കക്ഷി, അല്ലാഹുവിന് വേണ്ടി തഹജ്ജുദ് നിസ്കരിക്കുന്നവർ, അവരൊക്കെ എഴുന്നേൽക്കുന്ന സമയം. മാത്രമല്ല അർദ്ധരാത്രിയിൽ അല്ലാഹുവിന്റെ റഹ്മത്തിറങ്ങും എന്ന് പ്രത്യേകം പറഞ്ഞതുമാണല്ലോ, ഹദീസുകളിലൊക്കെ ഉള്ളതാണല്ലോ. വഅവാനു നുസൂലിർ റഹ്മ, കാരുണ്യം ഇറങ്ങുന്ന സമയമാണ്. അപ്പൊ ആ നിലക്കൊക്കെയാണ് ഈ സമയത്തെ പിടിച്ച് സത്യം ചെയ്യാൻ കാരണം. ഒരുപാട് വ്യാഖ്യാനങ്ങൾ അവിടെ ഉണ്ട്, വ്യത്യസ്തങ്ങളായ വ്യാഖ്യാനങ്ങളിലേക്ക് കടന്നു വരുന്നില്ല. മവാഖിഉൻ നുജൂം എന്ന് പറഞ്ഞാൽ ഒരുപാട് വ്യാഖ്യാനങ്ങൾ കൊടുത്ത കൂട്ടത്തിൽ ചില മഹാന്മാർ പറഞ്ഞു നുജൂം എന്ന് പറഞ്ഞാൽ അല്പാൽപമായിട്ടാണ് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത്. വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് ഘട്ടം ഘട്ടമായിട്ടാണ്. അപ്പൊ വിശുദ്ധ ഖുർആനിന്റെ ഘട്ടങ്ങൾ അവതരിച്ച സമയം സാക്ഷിയാണ്. ഫലാ ഉഖ്സിമു ബിമവാഖിഇൻ നുജൂം. വിശുദ്ധ ഖുർആനിലെ ഓരോ ആയത്തുകളും ഇറങ്ങിയ സമയം സാക്ഷിയാണ്. അവതരണ ഘട്ടങ്ങൾ, അവതരണ സമയങ്ങൾ അത് സാക്ഷിയാണ്. എല്ലാറ്റിനും അപ്പുറത്ത് ഇമാം ഇസ്മായിലുൽ ഹഖി റഹ്മത്തുള്ളാഹി അലൈഹി ഈ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞതിന്റെ പുറമെ മഹാനവറുകൾ പറഞ്ഞു ഇതിന്റെ അർത്ഥം ഫലാ ഉഖ്സിമു ബിമവാഖിഇൻ നുജൂം എന്ന് പറഞ്ഞാൽ മഹാന്മാരന്തിയുറങ്ങുന്ന മഖ്ബറകൾ സാക്ഷിയാണ്. ഫലാ ഉഖ്സിമു ബിമവാഖിഇൻ നുജൂം, മഹാന്മാരന്തിയുറങ്ങുന്ന മഖ്ബറകൾ സാക്ഷിയാണ്. ഇസ്മായിലുൽ ഹഖി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാം, അൻ-നുജൂമു അസ്സഹാബത്തു വൽ ഉലമാ അൽഹാദൂന ബഅദഹും. സഹാബത്തിന് ശേഷം വന്ന സജ്ജനങ്ങളായ നേർമാർഗത്തിലേക്ക് ജനങ്ങളെ നയിച്ച ആലിമീങ്ങൾ, പണ്ഡിതന്മാർ, ഔലിയാക്കൾ, അവരൊക്കെയാണ് നുജൂം എന്ന് പറഞ്ഞ നക്ഷത്രങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നു. അപ്പൊ നക്ഷത്രങ്ങൾ വീണുകിടക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങൾ അന്തിയുറങ്ങുന്ന സ്ഥലം. മവാഖിഉ കൊണ്ട് ഉദ്ദേശം ഖുബൂറുഹും, അവരുടെ മഖ്ബറകളാണ്. മഹാന്മാരുടെ മഖ്ബറകൾ സാക്ഷിയാണ്. ആ അർത്ഥവും മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്. ഫലാ ഉഖ്സിമു ബിമവാഖിഇൻ നുജൂം. അതൊരു വലിയ സംഭവമാണല്ലോ, യാതൊരു സംശയവും സുന്നത്തി ജമാഅത്തിന്റെ ആളുകൾക്ക് അതിലില്ല. മഹാന്മാരുടെ മഖ്ബറ, അവിടെ പോകുക, അവിടെ ചെല്ലുക, അവിടെ നിന്നൊക്കെ ലഭിക്കുക, അതൊക്കെ ഒരു വലിയ സംഭവം തന്നെയാണ്. അതുകൊണ്ടല്ലേ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി, ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ജീവിതത്തിൽ നടത്തിയ ഏറ്റവും വലിയ യാത്രയാണല്ലോ ഇസ്രാ മിറാജ്. ആ ഇസ്രാ മിറാജിന്റെ അന്ന്
ഇസ്രാഇന്റെ രാത്രിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്തുകൊണ്ട് ബൈത്തുൽ മുഖദ്ദസ് കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സാ അല്ലദീ ബാറക്നാ ഹൗലാ. മക്കത്തുള്ള വിശുദ്ധ പള്ളിയിൽ നിന്നും മിനൽ മസ്ജിദിൽ ഹറാം, ഒരു വിശുദ്ധ പള്ളിയിൽ നിന്ന് എൻ്റെ അടിമയെ, അള്ളാഹുവിൻ്റെ അടിമയെ അവൻ രാപ്പലായനം ചെയ്യിപ്പിച്ചു. എങ്ങോട്ട്? ഇലൽ മസ്ജിദിൽ അഖ്സാ, അങ്ങേയറ്റത്തുള്ള മറ്റൊരു വിശുദ്ധ പള്ളിയിലേക്ക്, അഥവാ ബൈത്തുൽ മുഖദ്ദസിലേക്ക്. എന്താണ് ആ ബൈത്തുൽ മുഖദ്ദസിന്റെ പ്രത്യേകത? ഇലൽ മസ്ജിദിൽ അഖ്സാ അല്ലദീ ബാറക്നാ ഹൗല, അതിന്റെ ചുറ്റും അല്ലാഹു തആല ബറക്കത്ത് ചൊരിഞ്ഞിരിക്കുന്നു. അതിന്റെ ചുറ്റും അല്ലാഹു പുണ്യം ചൊരിഞ്ഞിരിക്കുന്നു. ആ പുണ്യം എന്താ? ആ പുണ്യം എന്താണ്? ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ ഈ മവാഖിഉൻ നുജൂം, നക്ഷത്ര തുല്യരായ മഹാന്മാർ കിടക്കുന്നു അവിടെ. അതാണ് ആ പുണ്യം, അതാണ് ആ പുണ്യം. മഹാന്മാർ പറഞ്ഞു. എന്നാൽ ചുരുക്കം ചിലരെങ്കിലും ആശയക്കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി പറയാറുണ്ട്, അവിടെ ഒരു പുണ്യവും ഇല്ലായിരുന്നു. ഞാൻ ഇൻഷാ അല്ലാഹ് എൻ്റെ വിഷയത്തിലേക്ക് തന്നെ വരാം. പക്ഷേ ഇത് പറയുന്നത് വളരെ ഗൗരവത്തിൽ നമ്മൾ ഓർക്കണം. പലപ്പോഴും മഹാന്മാരുടെ മഖ്ബറകളെ കൊച്ചാക്കുന്ന ഒരു വിഭാഗം നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവർക്കൊരു പാഠത്തിന് വേണ്ടി മാത്രം പറയാണ്. അവിടെ എന്ത് പുണ്യമുള്ളത്? അവിടെ കുറെ പച്ചപ്പ് കാണാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ടുപോയി. കുറെ പച്ചപ്പ്, ഹരിതക ഭൂമി, നല്ല സസ്യങ്ങള്, നല്ല പച്ചപ്പ് ആസ്വദിക്കാൻ മാത്രം ഉണ്ടായിരുന്നു. പ്രകൃതി സൗന്ദര്യം കാണിക്കാൻ വേണ്ടിയാണ് അള്ളാഹുവിന്റെ റസൂലിനെ അങ്ങോട്ട് കൊണ്ടുപോയത്. നിങ്ങൾക്കറിയാം, ഇത് ഏറ്റവും വലിയ അബദ്ധമാണ് പറയുന്നത് എന്നറിയാം. കാരണം എന്താ? പ്രകൃതി സൗന്ദര്യം കാണിക്കാനാണെങ്കിൽ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തന്നെ കൊണ്ടുപോകേണ്ടിയിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. ഇമാം റാസി പറയുന്നത് കാണാം, അവിടെ മഖ്ബറയിൽ, അവിടെ ബൈത്തുൽ മുഖദ്ദസിന്റെ ചുറ്റും അംബിയാക്കൾ, അത് മഖറുൽ അംബിയാഇ വൽ ഔലിയാ, അംബിയാക്കളുടെയും ഔലിയാക്കളുടെയും താവളമാണ്. അതുകൊണ്ടാണ് ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുപോകുന്നത്. അംബിയാക്കളുടെയും ഔലിയാക്കളുടെയും താവളമായതുകൊണ്ടാണ് ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുപോയത്. കൂട്ടത്തിൽ പച്ചപ്പും ഉണ്ടാവും, പക്ഷെ പ്രകൃതി സൗന്ദര്യം കാണിക്കാൻ മാത്രമാണെങ്കിൽ അത് അവിടെ ലക്ഷ്യമേ അല്ല. എന്തുകൊണ്ട്? പ്രകൃതി സൗന്ദര്യം കാണിക്കാനാണ് റസൂലുള്ളാഹിയെ കൊണ്ടുപോയതെങ്കിൽ വേറെ എങ്ങോട്ടോ കൊണ്ടുപോയി കൂടായിരുന്നോ? വേറെ എങ്ങോട്ടോ കൊണ്ടുപോയി കൂടായിരുന്നോ? ഞാനിപ്പോഴും ആലോചിക്കും, ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദ് ക്ലാസ് എടുക്കുമ്പോൾ ഒരിക്കൽ പറഞ്ഞു, പ്രകൃതി സൗന്ദര്യം ആസ്വദിപ്പിക്കാനാണെങ്കിൽ, പച്ചപ്പ് കാണിച്ചു കൊടുത്ത് അതിലൊരു ത്രില്ലുണ്ടാക്കാനാണെങ്കിൽ നമ്മുടെ വയനാട് ചേർത്ത് കൊണ്ടുവന്നുകൂടായിരുന്നു. ഇസ്രായേലിന് വെറുതെ തമാശയായിട്ട് ചോദിച്ചതാണ്. യഥാർത്ഥത്തിൽ ഇതിൽ ശരിക്കും വലഞ്ഞു. നമ്മുടെ സ്കൂൾ ഓഫ് ഖുർആനിൻ്റെ 5ാം വാർഷികം നടക്കുമ്പോൾ നമ്മുടെ മുഖ്യാതിഥിയായി വന്നിരുന്ന ഡോക്ടർ അബ്ദുസലാം, ISRO, പഴയ ISRO ഡോക്ടർ അബ്ദുസലാം, അദ്ദേഹം ഗൾഫിൽ നിന്നുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ ഇവിടെ പറഞ്ഞിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ഇസ്രാ മിറാജ് സംബന്ധിക്കുന്ന, പ്രതിപാദിക്കുന്ന ഇസ്രായിൻ്റെ ഈ ആയത്തോതിയിട്ട് ബൈത്തുൽ മുഖദ്ദസിലേക്ക് റസൂലുള്ളാഹിനെ കൊണ്ടുപോയത് പ്രകൃതി സൗന്ദര്യം കാണിച്ചു കൊടുക്കാനായിരുന്നു എന്ന് പറഞ്ഞ് അതിനിങ്ങനെ ഊന്നൽ നൽകിയിട്ട് ആ വിഷയം ഇങ്ങനെ ഊന്നി പറഞ്ഞുകൊണ്ടൊരു മൗലവി ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ അബ്ദുസലാം സദസ്സിലുണ്ടായിരുന്നു. അദ്ദേഹം എഴുന്നേറ്റിട്ട് ചോദിച്ചത്രേ, അല്ല മൗലവി സാഹിബെ, അള്ളാഹു പ്രകൃതി സൗന്ദര്യം കാണിക്കാൻ, ഈ പച്ചപ്പൊക്കെ ഒന്ന് ആസ്വദിക്കാൻ വേണ്ടി തന്നെയാണോ റസൂലുള്ളാഹി തങ്ങളെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുപോയത്? തീർച്ചയായിട്ടും. ഇയാൾ ഉറപ്പിച്ചാൽ പറയാം, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്, വേറൊരു സംഗതി അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ സാറ് ചോദിച്ചത്രേ, എന്നാ മൗലവി സാഹിബെ, അള്ളാഹു പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനാ കൊണ്ടുപോയതെങ്കിൽ അതൊരു പട്ടാപ്പകല് കൊണ്ടുപോയിക്കൂടായിരുന്നോ? നട്ടപ്പാതിർക്ക് കൊണ്ടുപോകേണ്ടിയിരുന്നോ എന്ന് തിരിച്ചു ചോദിച്ചത്രേ. ഇതിന്റെ മുമ്പിൽ മൗലവി ആകെ വിയർത്തുപോയി. കാരണം അത് ഖുർആനാണ്. അസ്റാ ബി അബ്ദിഹി ലൈലൻ. ഇനി പകലാന്ന് പറയാൻ പറ്റൂലല്ലോ, അല്ലെങ്കിൽ പറയും പകലായിരുന്നു യാത്ര. രാത്രിയാണ് യാത്ര എന്ന് ഉറപ്പാണ്. പ്രകൃതി സൗന്ദര്യം കാണിച്ചു കൊടുക്കാൻ രാത്രിയിലാണ് കൊണ്ടുപോകുന്നത്. പച്ച കാണിച്ചു കൊടുക്കാൻ, പച്ചപ്പ് കാണിച്ചു കൊടുക്കാൻ രാത്രിയിൽ വേണോ ഈ യാത്ര? ഇതൊരു പട്ടാപ്പകല് കൊണ്ടുപോയി കൂടായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ വല്ലാതെ വരഞ്ഞത്രേ. കുറെ നേരം അദ്ദേഹം വല്ലാതെ വിയർത്തതിൻ്റെ ശേഷം അള്ളാഹു കുറെ നേരം അദ്ദേഹം വിയർത്തതിൻ്റെ ശേഷം അദ്ദേഹം ഒരു ചെറിയ മറുപടിയെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടി നോക്കുകയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു ചെറിയ മറുപടി വന്നു.
അയാൾ പറഞ്ഞത്രേ, സാറേ അതൊരു നിലാവുള്ള രാവു ആയിക്കൂടെ. കണ്ട നിങ്ങൾ, വീണടുത്ത് കിടന്ന് ഉരുളുക എന്ന് പറഞ്ഞ പരിപാടിയാണ്. ഒരു നിലാവുള്ള രാവിലായിക്കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇസ്രാവ് കൊണ്ടുപോയത്. എന്നാലും കാണാലോ 27-ാം രാവിന് എന്ത് നിലാവാന്നറിയോ? ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. 27-ാം രാവിനാണുള്ളത് സംഭവം. റജബ് 27-ന് അന്ന് നല്ല നിലാവും ഉണ്ടാവും. ഇത്ര വലിയ പൊട്ടത്തരം എന്തിനു പറഞ്ഞു കുടുങ്ങണം? എന്തിനു പറഞ്ഞു കുടുങ്ങണം? അതുകൊണ്ടാണ് മഹാന്മാർ പറഞ്ഞത് അവിടെ അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും മഖ്ബറയുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് സിയാറത്ത് ചെയ്യാൻ, അവരുടെയൊക്കെ സാന്നിധ്യം കിട്ടാൻ ഇതിനു വേണ്ടിയാ പോയത് എന്ന് പറയാനുള്ള കാരണം അതാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതേ അഖീദയിൽ, മഹാന്മാരെ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന അഖീദയിൽ ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ മക്കളെയും നമ്മുടെ പേരമക്കളെയും നമ്മുടെ പരമ്പര മൊത്തം അള്ളാഹു സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകരാക്കി തരട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് തന്നെ വരുന്നു. ഞാൻ പറഞ്ഞത് അങ്ങനെ അർത്ഥം പറഞ്ഞവരുമുണ്ട്. ഫലാ ഉഖ്സിമു ബിമവാഖിഉൻ നുജൂം, മഹാന്മാരുടെ മഖ്ബറകൾ സാക്ഷിയാൻ, നക്ഷത്രതുല്യരായ മഹാന്മാരന്തിയുറങ്ങുന്ന മവാഖി, അവരന്തിയുറങ്ങുന്ന അവരുടെ കേന്ദ്രങ്ങൾ പിടിച്ച് ഞാൻ സത്യം ചെയ്യട്ടെ. അള്ളാഹു പറയുന്ന ഇന്നഹു ലഖസമുൻ ലൗ തഅലമുന അദീം, ഇതുകൊണ്ടുള്ള സത്യം, ആ സംഗതിയുടെയൊക്കെ യാഥാർത്ഥ്യം നിങ്ങൾ അറിയുകയാണെങ്കിൽ, എങ്ങനെയാണ് നക്ഷത്രം ഉദിക്കുന്നത് അസ്തമിക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് പിടുത്തം കിട്ടുകയാണെങ്കിൽ, ലഖസമുൻ അദീം, അതൊരു മഹാസംഭവമാണ്. ഏതാവട്ടെ അള്ളാഹു എന്താ സത്യം ചെയ്ത് പ്രഖ്യാപിക്കാൻ പോകുന്നത്? സത്യം ചെയ്തിട്ടേ ഉള്ളൂ. അള്ളാഹു തആല ഊന്നൽ നൽകുകയാണ്. സത്യവാചകം പറയാൻ പോകുന്ന, പ്രഖ്യാപിക്കാൻ പോകുന്ന വിഷയത്തിനുള്ള ഊന്നലാണ്. അതിനൊന്നും കൂടെ ശക്തി കൊടുക്കാനാണ്. ആ ശക്തിവാചകത്തിന് ശേഷം അള്ളാഹു തആല പറയുകയാണ്, ഇന്നഹു ലഖുർആനുൻ കരീം. ഇത്രയും പറഞ്ഞത് സൂറത്തുൽ വാഖിയയിലൂടെ നമ്മൾ ഇതുവരെ പറഞ്ഞത്. നിങ്ങൾക്ക് കേൾക്കാൻ സൗകര്യമില്ലെങ്കിൽ കേൾക്കണ്ട, നിങ്ങൾക്കത് അംഗീകരിക്കാൻ സൗകര്യമില്ലെങ്കിൽ അംഗീകരിക്കണ്ട. പക്ഷേ ഇത് സംഭവം എന്താണെന്നറിയോ നിങ്ങൾ? ഇന്നഹു, തീർച്ചയായിട്ടും ഇത് ഖുർആനുൻ കരീം, മാന്യമായ പാരായണ ഗ്രന്ഥമാണ്. നേരെ ചൊവ്വേ സംസാരിക്കുന്ന ഗ്രന്ഥമാണ്. സുബ്ഹാനല്ലാഹ്, ഖുർആൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ അതാണ്, പാരായണം ചെയ്യപ്പെടുന്നത്. കിതാബ് എന്ന് പറഞ്ഞാൽ എഴുതപ്പെടുന്നത്. എന്തേ അങ്ങനെ വരാൻ കാരണം? വിശുദ്ധ ഖുർആൻ സംരക്ഷിക്കപ്പെടുന്നത് 2 വഴികളിലൂടെയാണ്. പാരായണത്തിലൂടെ, കോടിക്കണക്കിന് ഹാഫിളീങ്ങളുടെ നാക്കിലൂടെ ഖുർആൻ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. ഖുർആനാണ് ഖറഅ എന്ന് പറഞ്ഞാൽ വായിച്ചു. ഖുർആൻ വായിക്കപ്പെടുന്ന ഗ്രന്ഥമാണ്. വായന എന്നാണ് നേരെ അതിൻ്റെ അർത്ഥം. വായിക്കപ്പെടുന്ന ഗ്രന്ഥം എന്നാണ് ഉദ്ദേശം. ഇന്നഹു ലഖുർആനുൻ കരീം, കിതാബ് എഴുതപ്പെട്ട ഗ്രന്ഥം, എഴുതപ്പെടുന്ന ഗ്രന്ഥം. അപ്പൊ വരമൊഴിയായും വാമൊഴിയായും ഖുർആൻ എന്നും ഇവിടെ സംരക്ഷിക്കപ്പെടും. ഖുർആൻ ഒരിക്കലും പാഴായി പോകില്ല. ഇന്നഹു ലഖുർആനുൻ കരീം. നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഒക്കെ ഇത് അംഗീകരിക്കാൻ കുറച്ച് ആളുകളെങ്കിലും ഇവിടെ ഉണ്ടാകും, അത് ഉറപ്പാണ്. അത് ഓതാനും ആളുണ്ടാവും. അപ്പൊ ഇനി നമ്മൾ ചിന്തിക്കുക, നമ്മളതിൽ പെടണോ പെടണ്ടേ? അള്ളാഹു പറയുന്നു, നിങ്ങൾ ഓതിയിട്ടില്ലെങ്കിലും ഓതാൻ ആളുണ്ടാവും. ഇവിടെയാണ് ഞാൻ 6-ാം ദിവസം പറഞ്ഞതുപോലെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിന്റെ ഗൗരവം നമ്മൾ ഓർക്കേണ്ടത്. നമ്മുടെ സഹോദരിമാരിന്ന് ഖുർആൻ പാരായണം ചെയ്യുന്നില്ല. നിർബന്ധമായും വീടുകളിൽ ഖുർആൻ പാരായണം ചെയ്യണം. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സൂറത്തുൽ വാഖിയ എല്ലാ ദിവസവും നിങ്ങൾ ഓതുന്നുണ്ടാവും. ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ ഓതാതിരിക്കരുത്. എന്നും വിട്ടുപോകാതെ ഈ അധ്യായം പതിവാക്കിക്കൊണ്ടിരിക്കണം. എങ്കിൽ ദാരിദ്ര്യം വരില്ല എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതാണ്. നിങ്ങളെ ഭാര്യമാർക്ക് അത് പഠിപ്പിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്. നിങ്ങളെ മക്കൾക്ക് അത് പഠിപ്പിച്ചോളണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ ഇത് പതിവാക്കിപ്പിക്കണം. നിങ്ങളുടെ ഭാര്യമാരെ കൊണ്ട് ഓതിപ്പിക്കണം. ഇന്നഹു ലഖുർആൻ കരീം, അത് മാന്യമായ ഖുർആനാണ്. മാന്യതക്ക് നിരക്കാത്ത ഒരു വാക്ക് പോലും ഖുർആൻ പറയുന്നില്ല. അതാണ് അശ്ലീലം ഖുർആൻ പ്രചരിപ്പിക്കുന്നില്ല. ശ്ലീലമായത് മാത്രമാണ് ഖുർആനിന്റെ കൽപ്പന. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഇതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി യഇദുകും ലഅല്ലകും തദക്കറൂൻ. പടച്ചതമ്പുരാൻ പറയുന്നു,
ഖുർആൻ മാന്യതയാണ് കൽപ്പിക്കുന്നത് എന്ന് പറയാൻ പറ്റിയ ഏറ്റവും നല്ല ആയത്താണിത്. കാരണം ഖുർആനിലെ ജാമിഉം മാനിഉം എന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളിക്കേണ്ട മൂല്യങ്ങളെ മുഴുവനും ഉൾക്കൊള്ളിക്കുകയും പുറത്തു നിർത്തേണ്ടതിനെ മുഴുവൻ പുറത്തു നിർത്തുകയും ചെയ്ത ഒരായത്താണ് വിശുദ്ധ ഖുർആനിൽ നിന്ന് ഇപ്പോൾ ഓതിയ ആയത്ത്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഇതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി. അത് പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. മറ്റായത്തുകളെക്കുറിച്ചും അതാണ് സമഗ്രമായ ആയത്തെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഭൂരിപക്ഷം ആളുകളും പറഞ്ഞത് ഇതാണ് ഖുർആനിൽ ഏറ്റവും സമഗ്രമായ ആയത്ത്. എന്താ കാരണം? വലീദ് ഇബ്നുൽ മുഗീറയെ പോലും പഹയൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആക്രമിക്കാനും നബിതങ്ങളോട് ശത്രുത പുലർത്താനും മാത്രം സമയം കണ്ടിരുന്ന വലീദ് ഇബ്നുൽ മുഗീറ, അവനെപ്പോലും ഒരു വേള ഇസ്ലാമിലേക്ക് കടന്നാലോ എന്ന് ചിന്തിപ്പിച്ച ആയത്തായിരുന്നു അത്. എന്താണ് ആ ആയത്തിന്റെ പ്രത്യേകത? ആ ആയത്തിൽ അള്ളാഹു പറഞ്ഞത് 3 കൽപ്പനയും 3 വിരോധനയുമാണ്. ആ വിഷയം ഞാനിവിടെ വിശദീകരിക്കല്ല, കാരണം നമുക്ക് നമ്മുടെ വിഷയം തീർക്കണം. ഞാനത് പറയുന്നത് ഖുർആൻ മാന്യമായ ഗ്രന്ഥമാണെന്ന് തെളിയിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ആയത്താണ്. 3 കൽപ്പനയും 3 വിരോധനയും അള്ളാഹു പറഞ്ഞു. തീർച്ചയായിട്ടും അള്ളാഹു ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ, അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നത് ബിൽ അദ്ൽ, നീതി കൊണ്ടാണ്. കണ്ടോ, അള്ളാഹു ഒരിക്കലും അനീതിക്കൊപ്പം ഉണ്ടാകില്ല. അള്ളാഹു തആല നീതിയുടെ കൂടെയാണ്. അള്ളാഹു കൽപ്പിക്കുന്നത് എപ്പോഴും നീതി കൊണ്ടാണ്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ വൽ ഇഹ്സാൻ, നീതി മാത്രമല്ല മറ്റൊരു കാര്യമുള്ളത് കാരുണ്യ പ്രവർത്തനമാണ്. കണ്ടോ, നീതിക്കൊപ്പം അനീതി ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അപ്പൊ അനീതിയുടെ പട്ടിക ഏതൊക്കെ ഉണ്ടോ അതൊക്കെ ഇവിടെ ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരുന്നില്ല. ഇസ്ലാം ഭദ്രാണ്, ഇസ്ലാം സമഗ്രാണ് എന്ന് നിങ്ങൾക്ക് അപ്പോഴേ തിരിയുള്ളൂ. അതിൽ എന്ന് പറഞ്ഞാൽ 2 അറ്റവും ഇങ്ങനെ ബറാബറാക്കി പോകല. എൻ്റെ പൈസ അവനും വേണ്ട, അവൻ്റെ 10 പൈസ എനിക്കും വേണ്ട, ഇതല്ലേ അതിൽ. പക്ഷെ അതുപോരാ ഇഹ്സാൻ, നിൻ്റെത് 10 പൈസ അങ്ങോട്ട് പോവട്ടെ, മറ്റുള്ളവൻ അങ്ങോട്ട് ഗുണം ചെയ്യണം. കാരുണ്യ പ്രവർത്തനങ്ങൾ, ഇഹ്സാൻ, നല്ലത് ചെയ്യുക, ചെയ്യുന്നത് നന്നാക്കി ചെയ്യുക. അതാണ് ഇഹ്സാന്റെ അർത്ഥം. ചെയ്യുന്ന പണി നന്നായിരിക്കണം, നല്ല പണി തന്നെ നന്നാക്കി ചെയ്യണം. നിസ്കരിക്കുക വേണ്ടത്, മദ്യപിക്കല്ല, നിസ്കരിക്കണം. ഗാനമേള നടത്തുകയല്ല വേണ്ടത്, ദീനീ സദസ്സുകൾ സംഘടിപ്പിക്കുകയാണ് വേണ്ടത്. പക്ഷേ അപ്പം നല്ലത് ചെയ്തു, പക്ഷേ നല്ലത് ചെയ്താൽ പോരാ, നന്നാക്കി ചെയ്യുകയും വേണം. നന്നാക്കി ചെയ്യലപ്പോഴാ ഇതൊക്കെ കാണാനും നിരീക്ഷിക്കാനും ഒരാളുണ്ട് എന്ന ബോധമുണ്ടാകുമ്പോഴാണ് ആ പണി നന്നാക്കി ചെയ്യാം. അപ്പം നല്ലത് ചെയ്യും, നന്നാക്കി ചെയ്യും. അതുകൊണ്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്ന് മൽ ഇഹ്സാനു യാ റസൂലല്ലാഹ്, അല്ലേ, എന്താണ് ഇഹ്സാൻ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്താ? നമുക്കറിയാം, റബ്ബിനെ കാണുന്നുണ്ട് എന്ന നിലക്ക് നീ റബ്ബിനെ ആരാധിക്കണം. അപ്പൊ നല്ല പണി എടുക്കുള്ളൂ, വേണ്ടാത്ത പണിയൊന്നും എടുക്കൂല. എന്നല്ല, എടുക്കുന്ന പണി നന്നാക്കും ചെയ്യും, അത് കടമ തീർക്കലാകൂല. അതാണ് ഇഹ്സാൻ. നല്ലത് ചെയ്യുക, ചെയ്യുന്നത് നന്നാക്കി ചെയ്യുക. അതാണ് അള്ളാഹുവിനെ കാണും പോലെ. അത് അതിനുള്ള ഫോർമുലയാണ് യഥാർത്ഥത്തിൽ. എങ്ങനെയാണ് ഇഹ്സാൻ ഉണ്ടായിത്തീരുക? അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പറഞ്ഞതിന്റെ താല്പര്യം. അപ്പൊ ഞാൻ പറഞ്ഞത് ഇഹ്സാൻ കൊണ്ട് കൽപ്പിച്ചു, അദ്ല് കൊണ്ട് കൽപ്പിച്ചു. ഇനി നിന്റെ ബന്ധുക്കൾക്ക് കൊടുക്കണമെന്നും ഖുർആൻ കൽപ്പിക്കുന്നു, അള്ളാഹു കൽപ്പിക്കുന്നു. നിന്റെ ബന്ധുക്കളെ നീ ശ്രദ്ധിച്ചോളണം. ഒരാൾ കാരുണ്യ പ്രവർത്തനമൊക്കെ ആയിട്ട് ഓടി നടക്കുകയാണ്, എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ സ്വന്തം വാപ്പയുമ്മയും പട്ടിണിയില്ല, അത് തിരിഞ്ഞു നോക്കാറില്ല. തൽക്കാലം അവന് സലാമത്താകാൻ പറ്റൂല. സ്വന്തം മക്കൾ പ്രയാസം അനുഭവിക്കുമ്പോൾ അവൻ നാടു നീളെ റിലീഫ് പ്രവർത്തനങ്ങളുമായി ഓടി നടക്കുന്നു, രക്ഷപ്പെടാൻ കഴിയില്ല. ഈതാഉദുൽ ഖുർബ പുറമുള്ളവർക്കും കൊടുക്കണം, അടുത്ത കുടുംബങ്ങൾക്ക് കൊടുക്കുന്നതിന് 2 കൂലിയുണ്ട്. അടുത്ത കുടുംബങ്ങളെ ശ്രദ്ധിച്ചേ പറ്റൂ. അപ്പൊ അടുത്ത കുടുംബങ്ങൾക്കും കൊടുത്തിരിക്കണം. അപ്പൊ ഈ 3 കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇസ്ലാമിൽ നിങ്ങൾക്ക് എന്തുണ്ടോ അത് മുഴുവൻ ഇതുകൊണ്ട് തെളിയിക്കാൻ കഴിയും. നിസ്കാരാണോ, നോമ്പാണോ, സക്കാത്താണോ, എന്തു നിങ്ങൾ പറഞ്ഞാലും എല്ലാം ഇതിൽപ്പെടും. അദ്ലി, ഇഹ്സാൻ, ഈതാഉദുൽ ഖുർബ, ഈ 3 കാര്യത്തിൽ പെടാത്ത ഒരൊറ്റ കാര്യവുമില്ല. അദ്ല് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് കൂടെ നീതിയുണ്ട്. അള്ളാഹ് പറഞ്ഞതൊക്കെ ചെയ്യാൻ വേണ്ടാന്ന് പറഞ്ഞത് കൊഴിഞ്ഞു നിൽക്കുക. അതുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നിങ്ങൾ ഈ ഒരൊറ്റ ആയത്തിന്റെ കയ്യിൽ തന്നു, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ എന്ന ഒരൊറ്റ ആയത്തിന്റെ കയ്യിൽ തന്നു.
എന്നോട് പറഞ്ഞു ഇസ്ലാം മുഴുവനും ഇതുകൊണ്ട് സമർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ പാവപ്പെട്ട അബ്ദുള്ള സമർത്ഥിക്കുമെന്ന് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. നിങ്ങൾ എന്തും ചോദിച്ചോ, നിസ്കാരം ചോദിച്ചോ, നിസ്കാരത്തിൽ ഏത് നിസ്കാരം ചോദിച്ചോ, നോമ്പ് ചോദിച്ചോ, വേറെ അള്ളാഹു കൽപ്പിച്ച ഏത് കാര്യം ചോദിച്ചോ, ഈ 3 കൽപ്പനയിൽ ഞാൻ എണ്ണിത്തരും. അത് അതിരിന്റെ ഭാഗമാണ്, അത് ഇഹ്സാനിന്റെ ഭാഗമാണ്, അത് അടുത്ത ബന്ധുക്കളെ ശ്രദ്ധിക്കുന്നതിന്റെ ഭാഗമാണ്. എനിക്ക് എണ്ണിത്തരാൻ കഴിയുമെന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു മസ്ഊദ്. എന്നാലോ ഇനി 3 വിരോധന. വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി. നമ്മൾ അല്ലാഹു വിരോധിക്കുന്നത് 1 വൃത്തികേടിനെ തൊട്ട്, അശ്ലീലത്തെ തൊട്ട്, അനിൽ ഫഹ്ശാഇ വൽ മുൻകർ നീചമായ കാര്യത്തെ തൊട്ട്, വൽ ബഗി അക്രമ പ്രവർത്തനങ്ങളെ തൊട്ട്. ഫഹ്ശാ, മുൻകർ, ബഗി, ഇത് 3 തിന്മകളാണ്. ഓരോന്നും 100 കൂട്ടം വിലക്കുകളെ പ്രതിനിധീകരിക്കുന്നതാ. ഫഹ്ശാ എന്ന് പറഞ്ഞാൽ അശ്ലീലങ്ങളാണ്, എന്ന് പറഞ്ഞാൽ മനുഷ്യൻ കാണാൻ മോശമായ സംഗതികൾ, ലൈംഗിക വൃത്തികേടുകളൊക്കെ ഫഹ്ശായിലാപ്പെടുക. കാരണം ഒരു മനുഷ്യൻ തെറ്റ് ചെയ്യുന്നത് 3-4 വികാരങ്ങൾക്ക് അടിമപ്പെടുമ്പോഴാ. ഒരു മനുഷ്യൻ തെറ്റു ചെയ്യുന്നത് 3-4 പ്രചോദനങ്ങൾക്ക് അവൻ അടിമപ്പെടുമ്പോഴാ. ഒന്നവന്റെ ശരീരം തോന്നിപ്പിക്കുക, ശരീരത്തിന്റെ ദാഹം, അതാണ് വ്യഭിചാരം, സ്വവർഗരതി, ഇങ്ങനെ തുടങ്ങിയിട്ട് നീണ്ടുകിടക്കുന്ന ലൈംഗിക വൈകൃതങ്ങൾ, അതൊക്കെ അതിലാപ്പെടുക. ഇനി രണ്ടാമത്തെ തെറ്റ് ചെയ്യുക, പിശാച്ച് പഴപ്പിക്കുമ്പോൾ, പിശാച്ച് തോന്നിപ്പിച്ചു തരുന്ന ആശയം, രണ്ടാമത്തെ തെറ്റാ, അതാണ് മുൻകർ. മുൻകർ മദ്യപാനം, ലോട്ടറി, ഇങ്ങനെയുള്ള സംഗതികൾ. മദ്യപാനവും ലോട്ടറിയും ഒക്കെ പെടുന്നത് ആ ഭാഗത്താണ്. വേണ്ടാത്തരം തീർച്ചയായിട്ടും മനുഷ്യൻ വെറുത്തിരിക്കേണ്ടത് മുൻകർ, വെറുക്കപ്പെട്ട സംഗതി, മനുഷ്യൻ കണ്ടാൽ വെറുക്കുന്ന സംഗതി, ഇതാണ് മുൻകർ. വൽ മുൻകരി വൽ ബഗി അക്രമ പ്രവർത്തനങ്ങൾ, ഗീബത്ത്, നമീമത്ത്, കളവ്, അക്രമം, കൊലപാതകം എല്ലാം ബഗി എന്ന് പറഞ്ഞതിൽ പെട്ടു. അതൊക്കെ അക്രമങ്ങളാണ്. അതെപ്പോഴാ? മനുഷ്യന് ദേഷ്യം പിടിക്കുമ്പോഴാ ചെയ്യാം. അപ്പൊ ഈ 3-4 ശക്തിക്ക് കീഴ്പ്പെടുമ്പോഴല്ലാതെ മനുഷ്യൻ തെറ്റ് ചെയ്യൂല. ഒന്ന് ഖുവത്ത്, ശഹ്വത്ത് നഫ്സാനിയ, ശരീരേച്ഛ. രണ്ടാമത്തത് ശഹ്വത്ത് ശൈത്താനിയ, പിശാച്ചിന്റെ ഭാഗത്തു നിന്നുള്ള പ്രേരണ. മറ്റൊന്ന് ഖുവത്ത് ഗളബിയ എന്ന് പറഞ്ഞാൽ പാപാധിഷ്ഠിത ശക്തി. പാപാധിഷ്ഠിത ശക്തി ഇതിന് കീഴ്പ്പെടുമ്പോഴാണ് ഒരു മനുഷ്യൻ തെറ്റു ചെയ്യലുണ്ടാകല്. ഈ 3-4 കോപ്പം, പാപ്പല്ല, കോപാധിഷ്ഠിത ശക്തിക്ക് കീഴ്പ്പെടുമ്പോഴാണ് ഒരു മനുഷ്യൻ തെറ്റ് ചെയ്യുന്നത്. റൈസാകുമ്പോഴാണ് അക്രമ പ്രവർത്തനങ്ങളൊക്കെ വരിക. കോപാധിഷ്ഠിത ശക്തിക്ക് ഒതുങ്ങിക്കൊടുക്കുമ്പോൾ ഈ 3 കാര്യവും നിയന്ത്രിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യനിൽ നിന്ന് പിന്നീട് ഒരു തെറ്റുകുറ്റങ്ങളും വരില്ല. അതാണ് അല്ലാഹു തആല പറയുന്നത്, ഇല്ല, അവരിൽ നിന്ന് പിന്നീട് ഒരു തെറ്റുകുറ്റങ്ങളും വരില്ല. ഈ 3 കാര്യങ്ങൾ അങ്ങ് അടച്ചു കെട്ടാൻ കഴിയണം. പിശാചിനെ, നഫ്സിനെ, ഗളബ്, കോപം, ഇത് 3 ഒതുക്കാൻ കഴിഞ്ഞു ആ മനുഷ്യനിൽ നിന്ന് ഒരു തെറ്റും ഉണ്ടാവില്ല. നിങ്ങൾ ഏത് തെറ്റ് പറഞ്ഞാലും ഈ 3 തെറ്റിൽപ്പെട്ട ഏതെങ്കിലും ഒന്നായിരിക്കും. അപ്പൊ ശരിക്ക് മാന്യമായതാണ് ഇസ്ലാം കൽപ്പിക്കുന്നത് എന്നതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് ഈ ആയത്ത്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, യഇദുകും ലഅല്ലകും തദക്കറൂൻ. എന്തിനാണ് അല്ലാഹു 3 നിയമവും 3 വിലക്കുമായിട്ട് നിങ്ങളെ ഉപദേശിക്കുന്നത്? ഇത് വെച്ച് നിങ്ങളെ ഉപദേശിക്കുന്നത് നിങ്ങൾ ശരിക്കും നന്നാവാൻ വേണ്ടിയാണ്. ലഅല്ലകും തദക്കറൂൻ, നിങ്ങൾ സമുദ്ധാരണം ലഭിച്ചവരുടെ കൂട്ടത്തിൽ പെടാനാണ്, നിങ്ങൾ നന്നാവാനാണ്. ലഅല്ലകും തദക്കറൂൻ. ഇന്നും മുസ്ലിം ഉമ്മത്ത് ഈ ആയത്തിനെ മാനിച്ചു വരുന്നു. എവിടെ? 2ാം ഖുതുബയിൽ ഇന്ന് ഓതുന്നുണ്ടാകും എല്ലാ മിമ്പറിലും. 2ാം ഖുതുബ കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഒക്കെ നാട്ടിലെ ഖതീബുമാർ ഇറങ്ങുമ്പോൾ ഈ ആയത്തിറങ്ങി ഓതിയിട്ടാണ് വാള് മുഅദ്ദിന് കൊടുക്കാറുള്ളത്. ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഇതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി യഇദുകും ലഅല്ലകും തദക്കറൂൻ. ഈ ആയത്ത് ഓതി കഴിഞ്ഞതിന്റെ ശേഷമാണ് വലദിക്റുല്ലാഹി അക്ബർ, അപ്പോഴാണ് വാള് കൊടുക്കാറുള്ളത്. ഇതെവിടെ നിന്ന് പോന്നതാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഇതില്ലായിരുന്നു. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ ഭരണകാലത്താണ് 2ാം ഖുതുബയിൽ ഇത് ഓതുന്ന ശീലം ഉണ്ടാക്കിയത്. ഇത് ഓതുന്ന ശീലം ഉണ്ടാക്കിയത് ബഹുമാനപ്പെട്ടവരുടെ ഭരണകാലത്താണ്. അദ്ദേഹം ഉണ്ടാക്കിയ സുന്നത്താണ്, ഒരു നല്ല കാര്യം അദ്ദേഹം ഉണ്ടാക്കി. ഇന്ന് എന്തിൻ്റെയൊക്കെ പേരിൽ മോഡേണിസം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഗൾഫ് രാജ്യങ്ങളിലടക്കം മോഡേണിസത്തിന്റെ പേരിൽ എന്തെല്ലാം കൊല ചെയ്യപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും എന്തെല്ലാം സംസ്കാരങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും
ഗൾഫ് രാജ്യങ്ങളിൽ അടക്കം ഇത് നിലനിൽക്കുന്നു. ഈ ആയത്തിറങ്ങി ഓതിയിട്ടാണ് ഖതീബ് മിമ്പറിൽ നിന്ന് ഇറങ്ങുന്നത്. സൗദി അറേബ്യ, കുവൈത്ത്, UAE 3 രാജ്യങ്ങൾ സന്ദർശിച്ചപ്പോൾ അവിടെയൊക്കെ ഞാൻ കണ്ടു. ഇനി ബാക്കിയുള്ളിടത്തൊക്കെ ഉണ്ട് എന്നാണ് അന്വേഷിച്ചപ്പോൾ കേൾക്കാൻ കഴിഞ്ഞത്. ഇത് ഓതിയിട്ടാണ് ഇറങ്ങുന്നത്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഭരണകാലത്താണ് ഇത് പാസ്സാക്കിയത്. കാരണം ഇറങ്ങുമ്പോൾ ഖതീബ് നല്ല ഒരു ഉപദേശം, എല്ലാ ഭാഗവും തട്ടുവയിൽ, അതിന് തട്ടാത്തൊന്നുമില്ല. നീതിയെ ചെയ്യാവൂ, കാരുണ്യ പ്രവർത്തനങ്ങൾ വേണം, അടുത്ത കുടുംബങ്ങളെ ശ്രദ്ധിക്കണം, ഒരു കാര്യവും വൃത്തികേടുകളോട് അടുക്കരുത്, നീചമായ കാര്യങ്ങളിൽ പോകരുത്, അക്രമ പ്രവർത്തനങ്ങളിൽ പോകരുത്. ഇത് 3 കൂടെ പറഞ്ഞാൽ ഒരാഴ്ച ഒരു കാര്യവും ചെയ്യരുത്, നല്ലതൊക്കെ ചെയ്യണമെന്നും ചീത്തയൊന്നും ചെയ്യരുത് എന്നുമുള്ള സമഗ്രമായൊരു സാരോപദേശം നടത്തിയിട്ടാണ് ഇമാമു മിമ്പറിൽ നിന്നിറങ്ങുന്നത്. ഈ ആയത്ത് കണ്ടപ്പോഴാ വലീദ് ഇബ്നുൽ മുഗീറ ഇസ്ലാമിലേക്ക് ആകർഷിക്കപ്പെട്ടത്. വലീദ് ഇബ്നുൽ മുഗീറയെ ഈ ആയത്ത് ആകർഷിപ്പിച്ചത്. കാരണം വലീദ് ഇബ്നുൽ മുഗീറ ഈ ആയത്ത് ഇങ്ങനെ പലവട്ടം ഇങ്ങനെ ഓതി നോക്കിയപ്പോൾ നല്ല സാഹിത്യകാരനായ വലീദ് ഇബ്നുൽ മുഗീറക്ക് തോന്നി ഇത് നല്ല അഴകുണ്ടല്ലോ, മാത്രമല്ല നല്ല ആശയം, കരീമായ വചനം, മാന്യതക്കു നിരക്കാത്ത ഒന്നും ഇതിൽ പറഞ്ഞിട്ടില്ല. വലീദ് ഇബ്നുൽ മുഗീറ റസൂലുള്ളാഹിന്റെ കൂടെ കൂടുകയാണെന്ന് തീരുമാനമെടുക്കുന്നു. ആ വിവരം അബൂജഹൽ അറിയുന്നു, ലഅനത്തുല്ലാഹി അലൈഹിമാ. അബൂജഹൽ ഓടി വന്നു. ഓടി വന്നിട്ട് പറഞ്ഞു, നേതാവേ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കൂറുമാറാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്, അങ്ങനെ ഒരു തീരുമാനമുണ്ട് എന്നുള്ളത് കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ വന്നതാണ്. ഉണ്ടെങ്കിൽ ഉടനെ പിൻവലിക്കണം. ഇയാൾ പറഞ്ഞു, എന്തിനു പിൻവലിക്കണം? ഞാൻ ഇപ്പം ഈയിടെയായിട്ട് മുഹമ്മദിന് ഇറങ്ങിയ ഒരു വചനാണ് എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചത്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വഇതാഇ. അതിൽ ഞാൻ അങ്ങനെ നോക്കിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു വേണ്ടാത്തൊരു അതിലില്ല എന്ന് പറഞ്ഞാൽ, നമ്മൾ മാന്യതക്ക് നിരക്കാത്ത എന്തെങ്കിലും ഒരു സംഗതി അതിൽ കാണാൻ കഴിയുന്നില്ല. ഒക്കെ മാന്യതക്ക് നിരക്കുന്ന കാര്യങ്ങൾ. ഇത്ര ഭദ്രമായൊരു ചെറിയ ആയത്തിനുള്ളിൽ ഇത്രയും വലിയ ആശയം ഒതുക്കാൻ റബ്ബിനല്ലാതെ കഴിയൂല. ഇത് മുഹമ്മദിന്റെ വചനമല്ല, മുഹമ്മദ് പറയും പോലെ ഏകനായ തമ്പുരാന്റെ വചനമാണ്. അപ്പം അവന് മനസ്സിലായി ഇത് നല്ലോണം തലേ കയറിയെന്ന്. അവൻ പറഞ്ഞു, ഒരു കാര്യം, നിങ്ങൾ കൂറുമാറുന്നത് ചില സാമ്പത്തിക നേട്ടങ്ങൾ കണ്ടാണ്, ഭൗതികലാക്കുകൾ കണ്ടാണ് എന്ന് പരക്കെ ആക്ഷേപമുണ്ട്. അതുകൊണ്ട് അവരൊരു നല്ല ഫണ്ട് ശേഖരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഫണ്ട് കൊണ്ടുവന്ന് നിങ്ങൾ ഒതുക്കാൻ വേണ്ടിയിട്ട്, കണ്ടോ, നിങ്ങൾ പഴയ കാലത്തെ ഉണ്ട് ഇത് കൊടുത്തിട്ട് ഒതുക്കണ പരിപാടി. അപ്പോൾ ഇത് കൊടുത്ത് തന്നിട്ട് നിങ്ങൾ ഒതുക്കാനുള്ള പരിപാടിയാണ്. അവിടെയാണ് വലീദ് ഇബ്നുൽ മുഗീറ ആൺകുട്ടികളെ പോലെ അതിനോട് പ്രതികരിച്ചു. വലീദ് ഇബ്നുൽ മുഗീറ പറഞ്ഞു, ലഖദ് അലിമതു ഖുറൈശുൻ ബിഅന്നി അക്സറുഹാ മാലാ. ഖുറൈശി ഗോത്രത്തിനറിയാവുന്ന ഒരു സത്യമുണ്ട്, അവരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ബഡാ സമ്പന്നൻ ഞാൻ തന്നെ. എന്നെ കവച്ചു വെക്കാൻ പറ്റുന്ന ഒരു സമ്പന്നൻ ഇവിടെ ഇല്ല. എനിക്ക് പൈസ തന്ന് ഒതുക്കാൻ പറ്റുന്ന ഏതാളാടാ നിങ്ങളെ കൂട്ടത്തിലുള്ളത്? അങ്ങനത്തെ ഒരു ആൺകുട്ടികൾ നിങ്ങളെ കൂട്ടത്തിലുണ്ടോ? പൈസ തന്നിട്ട് വലീദിനെ ഒതുക്കിക്കളയാം. ഞാൻ പൈസക്കൊന്നും അല്ല മാറുന്നത്, ഞാനിത് കണ്ടിട്ടാണ്, ഈ ആശയത്തിൻ്റെ സൗന്ദര്യം കണ്ടിട്ടാണ്, ഈ ആയത്തിൻ്റെ സൗന്ദര്യം കണ്ടിട്ടാണ്, ഈ ആയത്ത് നൽകുന്ന സന്ദേശം കണ്ടിട്ടാണ്, അതേക്കുറിച്ച് ചിന്തിച്ചിട്ടാണ്. എന്നിട്ട് അവൻ ഇങ്ങനെ പറഞ്ഞു, അതിൻ്റെ മുകൾ ഭാഗം അത് ഫലം കായ്ക്കുന്ന വചനമാണ്. ആ വചനത്തെ ഒരു മരത്തോട് ഉപമിപ്പിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, മുകൾ ഭാഗം ഫലം കായ്ക്കുന്നതാണ്, അടിഭാഗത്ത് മുഴുവനും വേരോട്ടം ലഭിച്ചതാണ് എന്ന് പറഞ്ഞാൽ അതിനെ ശരിക്കും ഇങ്ങോട്ട് വർണ്ണിച്ചു. എല്ലാ നിലക്കും അതിന് വല്ലാത്ത ഒരു ചാരുത ആ വാക്കിനെ ഞാൻ കാണുന്നുണ്ട്. ഇതിനെ നിങ്ങൾക്ക് നിരൂപിക്കാൻ കഴിയോ? ഏറ്റവും വലിയ സമ്പന്നൻ ഞാനാണെന്നതല്ല, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഫസീഹും അദീബും, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായിട്ട് ഭാഷ കൈകാര്യം ചെയ്യാൻ അറിയുന്ന അല്ലെങ്കിൽ സാഹിത്യം അറിയുന്ന ആളും ഞാനാണ്. സാഹിത്യകാരനായ എൻ്റെ മുമ്പിൽ ഈ ഒരു വചനം വെച്ചിട്ട് ഞാൻ പഠിച്ച നിരൂപണ ശാസ്ത്രം മുഴുവൻ വെച്ച് പഠിച്ചിട്ട് ഈ വാക്കിന് പറ്റി ഒരു എനിക്ക് നിരൂപിക്കാൻ പറ്റിയിട്ടില്ല. പദഘടനയിൽ എവിടെയെങ്കിലും ഒരു കുഴപ്പമുണ്ട്, ആശയത്തിൽ എവിടെയെങ്കിലും ഒരു കുഴപ്പമുണ്ട്, ഒന്നുമില്ല. സംഗതി എല്ലാ നിലക്കും 100ൽ 100 ഇത് ദമ്മ. അപ്പൊ പിന്നെ ഞാൻ എന്താ ചെയ്യാം? ഇനി നിങ്ങൾ എനിക്ക് പറഞ്ഞുകൊണ്ടാ, നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും ഒന്ന് പറഞ്ഞു തന്നാൽ തിരുത്തിയാൽ ഞാൻ അംഗീകരിക്കാം. അപ്പൊ അബൂജഹലിന് മനസ്സിലായി ഇത് സംഗതി നല്ലോണം തലക്ക് പിടിച്ചിട്ടുണ്ടല്ലോ, ഇനി എന്താ ഇപ്പം മാർഗം? അപ്പോഴാ അബൂജഹൽ പറഞ്ഞത്, എന്നാ പിന്നെ പൊയ്ക്കോ. വലീദ് ഇബ്നുൽ മുഗീറ പോലെ നേതാവാണ്, റസൂലുള്ളാഹിനെ വല്ലാതെ വിഷമിപ്പിച്ച ആളാ. ഇവനെങ്ങനെ നന്നാവാൻ പോകുന്നുണ്ടോ? അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ച് തെറി പറഞ്ഞപ്പോ അള്ളാഹു തആല 10 തെറികൾ ഇവന്റെ പേരിലാ അവതരിപ്പിച്ചത്. ഞാൻ കഴിഞ്ഞ വർഷം ഇവിടെ പ്രഭാഷണം നടത്തുമ്പോൾ പറഞ്ഞതാണ്. സൂറത്തുൽ ഖലമിലെ ആദ്യ ഭാഗത്തെ ആയത്തുകൾ, അതെനിക്ക് പറയാൻ സമയമില്ല.
സൂറത്തുൽ ഖലമിലെ ആദ്യ ഭാഗത്തെ ആയത്തുകൾ അന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. അള്ളാഹുവിൻ്റെ റസൂലിനെ ഒരു തെറി പറഞ്ഞപ്പം, ഭ്രാന്തനാണെന്ന് പറഞ്ഞപ്പം അള്ളാ 10 എണ്ണം കൊണ്ടവനെ തിരിച്ചടിച്ച പഹയനാണിവൻ. ദാ ഇവനോട് അബൂജഹൽ പറഞ്ഞു, ഒരു കൂട്ടമായ തീരുമാനം അറിയിക്കട്ടെ, നിനക്ക് പോകണമെങ്കിൽ പോകാം, പക്ഷേ നാളെ ഇന്നുവരെ നിന്നെ കണ്ടപ്പോൾ എഴുന്നേറ്റ് നിന്നവരില്ലേ, നാളെ നീ സമൂഹത്തിലേക്ക് അങ്ങ് ഇറങ്ങി വാ. നിന്റെ മുഖത്തേക്ക് കാർത്തിച്ചു തുപ്പുന്നവർ, ഇന്നലെ വരെ നിന്നെ കണ്ടപ്പോൾ എഴുന്നേറ്റുന്നവർ, ഇന്നലെ വരെ നേതാവേ എന്ന് വിളിച്ചവർ, അവരൊക്കെ പിന്നിലുണ്ടാകുമെന്ന് കരുതി കൂറുമാറണ്ട. കൂറുമാറിക്കഴിഞ്ഞാൽ ഒരൊറ്റ കുട്ടിയും പിന്നിലുണ്ടാവില്ല. അത് നല്ലോണം ഉറപ്പിച്ചോ. അപ്പം നിന്റെ നേതൃസ്ഥാനം തകരും, നിന്റെ ലീഡർഷിപ്പ് നഷ്ടപ്പെടുമെന്ന് പറഞ്ഞപ്പോ വലീദ് ഇബ്നുൽ മുഗീറ, അതുവരെ ആൺകുട്ടിയെ പോലെ ശബ്ദിച്ച വലീദ് ഇബ്നുൽ മുഗീറ പറഞ്ഞു, ലീഡർഷിപ്പ് നഷ്ടപ്പെടുകയാണെങ്കിൽ സംഗതി ഒന്ന് ചിന്തിക്കണം, നിങ്ങൾ നാളെ രാവിലെ വരികയായിരുന്നു, ഞാനൊന്ന് ചിന്തിച്ചു നോക്കട്ടെ ആയിരുന്നു. കണ്ടങ്ങൾ കാലാകാലം മനുഷ്യൻ ഏറ്റവും വലിയ സംഗതി ഇതാ, സ്ഥാനമാനങ്ങൾ. അതാണ് നഷ്ടപ്പെടുക എന്നാണ്. ഇപ്പം ബാക്കിയുള്ളതിലൊക്കെ ഉറച്ചു നിന്നത്. ഈ സ്ഥാനമാനം നഷ്ടപ്പെടും എന്ന് പറഞ്ഞപ്പോഴാണ് അവനോടെ നിന്നത്, നിൽക്കുന്നവിടെ തന്നെ. എന്നിട്ട് ഇവൻ അന്ന് രാത്രി മുഴുവൻ ചിന്തിച്ച് എന്ത് ചെയ്യണം. ഇതാണെങ്കിൽ ശരിക്കും മനസ്സിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്, ഇനിയിപ്പോൾ പച്ചക്കള്ളം പറയണം. ഇനി പച്ചക്കള്ളം പറയണം. എന്തിന്? ജീവിക്കാൻ വേണ്ടിയിട്ട് ദുനിയാവിലെ ആനുകൂല്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് പച്ചക്കള്ളം പറയണം. ഇൻഷാ അല്ലാഹ് വരുന്നുണ്ട്. വതജാലൂന റിസ്ഖക്കും അന്നക്കും തുകദ്ദിബൂൻ, നമ്മുടെ ഭാഗം വരുന്നുണ്ട്. അതാണ് ഇന്നത്തെ ചർച്ചയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത്. ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നീട് പറയും. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇവൻ പറഞ്ഞു അന്ന് രാത്രി മുഴുവൻ ചിന്തിച്ചിരുന്നിട്ട് രാവിലെ തന്നെ ആളുകളെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കങ്ങനെ തോന്നിയിരുന്നു, മുഹമ്മദിന്റെ വചനമല്ല അള്ളാഹുവിൻ്റെ, ഇത് മുഹമ്മദിന്റെ വചനം തന്നെയാണ്, അത് ഇന്നലെ ബോധ്യപ്പെട്ടു പറഞ്ഞു. കണ്ട നിങ്ങൾ, ലീഡർഷിപ്പ് നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചിട്ട് മാത്രം കണ്ണടച്ചവനാണ് പറഞ്ഞു ഇത് മുഹമ്മദിന്റെ വചനം തന്നെയാണ്. മനസാക്ഷിക്കുത്ത് കണ്ടുകൊണ്ട് എന്താ ചെയ്യുക, പറയല്ല എന്ന് നിർവാഹമല്ല. അപ്പോഴാണ് അല്ലാഹു തആല ആയത്തിറക്കിയത്, ഇന്നഹു ഫക്കറ വഖദ്ദർ എന്ന് പറഞ്ഞ ആയത്തിറങ്ങിയത്. അപ്പോഴാണ് ആ പഹയൻ ചിലതൊക്കെ ചിന്തിക്കാൻ പോയി, ചിന്തിച്ച് ചില തീരുമാനങ്ങളിലൊക്കെ എത്തി, അവൻ ചത്തുപോവട്ടെ എന്നുവരെ ഖുർആൻ അല്ലേ, അവന് നാശം വരട്ടെ. ഖുത്തില കൈഫ ഖദ്ദർ, വളരെ കടുപ്പത്തിലാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. എന്തേ പറഞ്ഞു വന്നത്? ഞാൻ പറഞ്ഞു വന്നത്, അവൻ അവിടെ തന്നെ നിന്നു, നന്നാകാൻ അവന് തൗഫീഖില്ല. ഇസ്ലാമിൻ്റെ ബദ്ധവൈരിയായി അവൻ ജീവിച്ചു മരിക്കുകയും ചെയ്തു. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, ഇന്നഹു ലഖുർആനുൻ കരീം, കരീം മാന്യമായ ഗ്രന്ഥമാണ്. മാന്യതക്കു നിരക്കാത്ത ഒരു ഓർഡറോ ഒരു വിലക്കോ ഒരു കൽപ്പനയോ ഒരു വിലക്കോ വിശുദ്ധ ഖുർആനിൽ നിങ്ങൾക്ക് എവിടെയും കാണാൻ കഴിയില്ല. ഖുർആൻ കരീമാൻ, മാന്യമായ ഗ്രന്ഥമാണ്. ഇനി ഇതേക്കുറിച്ച് മഹാന്മാർ കൊടുത്തത് കസീറുൻ നഫ്ഈ, ഉപകാരം പെരുത്ത ഗ്രന്ഥമാണ്, വളരെ ഉപകാരപ്രദമായ ഗ്രന്ഥമാണ്. മനുഷ്യന്റെ ജീവിതത്തിലേക്കും നാളെ പരലോകത്തേക്കും ആവശ്യമായ എല്ലാ കാര്യത്തിലും ഉപകരിക്കുന്ന ഗ്രന്ഥമാണ്. ഫി സ്വലാഹിൽ മആശി വൽ മആദ്, അതുപോലെ തന്നെ സുസമ്മതമായ ഗ്രന്ഥമാണ്. കിതാബും മർദിയ്യ, കരീം എന്നതിന് അങ്ങനെ അർത്ഥം കൊടുത്തിട്ടുണ്ട്, സുസമ്മതമായ ഗ്രന്ഥം. സുസമ്മതമായ ഗ്രന്ഥമാണ്, ആരാലും സമ്മതിക്കപ്പെടുന്ന ഗ്രന്ഥമാണ് എന്ന് പറഞ്ഞാൽ മനസാക്ഷിക്കുത്തില്ലാതെ ചിന്തിക്കുകയാണെങ്കിൽ എല്ലാവരും അംഗീകരിക്കുന്നു. പിന്നെ ആരോ കടന്നു വരാതിരിക്കുന്നുണ്ടെങ്കിൽ അവർക്കെന്തോ ഭൗതിക ലാക്കുകളാണ് അതിന്റെ പിന്നിൽ. അതാണല്ലോ വലീദ് ഇബ്നുൽ മുഗീറയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇഷ്ടം പോലെ സംഭവങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമുക്കിതിന് തെളിവായിട്ട് ഉദ്ധരിക്കാൻ കഴിയും. സുസമ്മതമായ ഗ്രന്ഥം എന്ന് പറഞ്ഞതിന് ഒരുപാട് സംഭവങ്ങൾ ഉദ്ധരിക്കാനുണ്ട്. പക്ഷേ ആ സംഗതികളെല്ലാം കൂടെ നമ്മൾ എടുത്തുദ്ധരിക്കുമ്പോഴേക്ക് നമ്മൾ വിചാരിച്ച ഭാഗത്തേക്ക് എത്തിക്കാൻ കഴിയോ എന്നുള്ള കാര്യത്തിൽ ബേജാറുമുണ്ട്. ഒരു ചെറിയ സംഭവം ഞാൻ പറയാം. എന്തിനെന്ന് ചോദിച്ചാൽ, ഈ കാലഘട്ടത്തിൽ ഞാൻ തുടങ്ങുന്നെന്ന് പറഞ്ഞിരുന്നു, ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞിരുന്നു. തേനീച്ചയിൽ കണ്ടെത്തിയ അത്ഭുതങ്ങൾ 7-ാം നൂറ്റാണ്ടിൽ ഖുർആൻ വിളിച്ചു പറഞ്ഞത് ഞാൻ പറഞ്ഞു. അതുപോലെ മറ്റൊരു അത്ഭുതം, തായ്ലൻഡുകാരനായ ശാസ്ത്രജ്ഞൻ തകറ്റാറ്റു ജേസൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് മനുഷ്യന്റെ വേദനാ സംവേദനികളിൽ തൊലികളിലാണെന്ന് കണ്ടെത്തിയത്. 300 കൊല്ലം മുമ്പാണ് കണ്ടെത്തുന്നത്, ഒരു 3 നൂറ്റാണ്ട് മുമ്പ്. 3 നൂറ്റാണ്ട് മുമ്പ് അദ്ദേഹം കണ്ടെത്തിയപ്പോൾ 7-ാം നൂറ്റാണ്ടിലാണ് ഖുർആൻ പ്രഖ്യാപിക്കുന്നത് ഈ കാര്യം. എന്തേ കാരണം? അദ്ദേഹം പറഞ്ഞു മനുഷ്യന്റെ വേദനാ സംവേദനികൾ ഇരിക്കുന്നത് തൊലിയുമായി ബന്ധപ്പെട്ടാണ്.
തൊലിയുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ ഒരു മനുഷ്യന്റെ തൊലി പൂർണ്ണമായി ഉരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ മനുഷ്യന് വേദനിക്കൂല. പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പ്രയാസം ഉണ്ടാവും കേട്ടോ. തൊലി പൂർണ്ണമായിട്ട് നീക്കിക്കഴിഞ്ഞാൽ തൊലിയുടെ താഴ്ഭാഗത്തുള്ള ആ ഭാഗങ്ങളും കൂടെ കൂട്ടിയിട്ട് ഒരല്പം ഇറച്ചിയിലേക്ക്, ആഴത്തിൽ മാംസത്തിലേക്ക് മുറിവേറ്റ് കഴിഞ്ഞാൽ പിന്നെ വേദനിക്കൂല. ശരിയാണ്, അതിന്ന് തെളിയിക്കപ്പെട്ടു. അന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ കുറെ ആളുകൾ കൊച്ചാക്കിയിരുന്നു. പക്ഷെ ഇന്ന് തെളിയിക്കപ്പെട്ടു. കാരണം ഇന്ന് ശക്തമായി പൊള്ളലേറ്റ ഭാഗം, വേദനാ സംവേദനികൾ, തൊലിയുമായി ബന്ധപ്പെട്ട മാംസത്തിന്റെ ഉപരിഭാഗത്ത് കിടക്കുന്ന വേദനാ സംവേദനികൾ നഷ്ടപ്പെട്ട ഒരാൾ, അയാളെ സംബന്ധിച്ചിടത്തോളം പൊള്ളല് താഴോട്ടേറ്റിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് കാട്ടിയാലും ഒരു വേദനയും ഉണ്ടാവില്ല. ഇതാണ് പൊള്ളലേറ്റെത്തുന്ന ആളെ ഡോക്ടർ ആദ്യമായി ചെയ്യുന്നത് മുട്ടുസൂചി കൊണ്ട് കുത്തി നോക്കുക, എത്ര കണ്ട് ഏറ്റിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഡോക്ടർക്ക് നല്ല സന്തോഷമാണ്. കാരണം വേദനാ സംവേദനികൾ നഷ്ടപ്പെട്ടിട്ടില്ല, രക്ഷിക്കാനാകും. നേരെ മറിച്ചോ ആഴത്തിൽ പൊള്ളിയിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യന് ഇനി ഒരു വേദനയും അറിയില്ല. ഇത് ഇദ്ദേഹം സമർത്ഥിച്ചിട്ട് അതുവരെ വിശ്വസിച്ചിരുന്നത് മജ്ജയിലാണ് വേദന എന്ന് വിശ്വസിച്ചിരുന്ന ലോകമായിരുന്നു. എന്നാൽ അവിടെ നിന്നൊക്കെ അങ്ങോട്ട് പോന്നു, വേദനാ സംവേദനികൾ തൊലികളിലാണ് എന്ന് ഇയാൾ തിരുത്തി പറഞ്ഞപ്പോൾ ലോകം അത് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ ലോകത്തിന് അത് സന്തോഷമായി. ഇഞ്ചക്ഷൻ അടിക്കുമ്പോൾ തൊലിയിൽ നിന്ന് തന്നെ വേദന ആരംഭിക്കുന്നു. അയാൾ ഇഷ്ടം പോലെ തെളിവുകൾ അതിന് നിരത്തിയിട്ടുണ്ട്. അതൊക്കെ പറഞ്ഞപ്പോൾ വിശുദ്ധ ഖുർആനിലെ വാക്ക് വായിക്കുമ്പോൾ എന്തൊരു സന്തോഷം. സൂറത്തു നിസാഇലെ 56-ാമത്തെ ആയത്ത്, ഇന്നല്ലദീന കഫറൂ ബിആയാതിനാ സൗഫ നുസ്ലീഹിം നാറാ, തീർച്ചയായിട്ടും നിഷേധികളെ ശേഷം നാം നരകത്തിൽ കടത്തും. അവരെ നരകത്തിൽ കടത്തി കഴിഞ്ഞതിന്റെ ശേഷം ആ നരകത്തിലിട്ട് കരിക്കും. കുല്ലമാ നളിജത് ജുലൂദുഹും, അവരുടെ തൊലികൾ കരിഞ്ഞു പോകുമ്പോഴൊക്കെയും, അവരുടെ തൊലി അങ്ങ് കരിഞ്ഞു പോകുമ്പോഴേക്ക് ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ, വേറെ പുതുപുത്തൻ തൊലികൾ അവർക്ക് നമ്മൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. തൊലി കരിയുമ്പോഴേക്ക് പുതുപുത്തൻ തൊലികൾ നൽകും. എന്തിനാ ഇത്? തൊലി കരിയുമ്പോഴേക്ക് എന്തിനാ വീണ്ടും പുതിയ തൊലി നൽകുന്നത്? ലിയദൂഖുല്ലദാബ്, അപ്പോഴേ വേദനയുടെ ടേസ്റ്റ് അറിയൂ. കണ്ടോ, തൊലി നഷ്ടപ്പെട്ടു പോയാൽ വേദന അറിയില്ല. അതുകൊണ്ടാണ് പുതിയ തൊലികൾ ഇങ്ങനെ നൽകുന്നത്. ലിയദൂഖുല്ലദാബ്, വേദനയുടെ രുചി അറിയട്ടെ എന്ന് കരുതിയിട്ടാണ് പുതിയ പുതിയ തൊലികൾ നൽകുന്നത്. നോക്ക് നിങ്ങൾ, ഖുർആൻ ഇങ്ങനെ അങ്ങ് പറയുമ്പം, പച്ചയായി പ്രഖ്യാപിക്കുമ്പം ഇതെന്നു പറഞ്ഞു മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ എന്ന് പറഞ്ഞു. ഇത് പറയുമ്പോൾ നമ്മൾ ചോദിച്ചേക്കാം, പിന്നെ എന്തേ നമുക്കിത് കണ്ടെത്താൻ കഴിയാതിരുന്നത്? അതങ്ങനെയാണ്. നമ്മൾ ഇതേക്കുറിച്ച് ഗവേഷണം നടത്താത്തത് കൊണ്ടും കണ്ടെത്താത്തത് കൊണ്ടുമാണ്. തകറ്റേറ്റ ജേസനോട് നമ്മൾ കടപ്പെട്ടു നിൽക്കുന്നു. വിശുദ്ധ ഖുർആനിലെ ഈ ആശയം അയാൾ കണ്ടെത്തുകയാണ്. അയാൾ കണ്ടെത്തുന്നത് ഗവേഷണങ്ങളിലൂടെയാണ്, പരീക്ഷണങ്ങളിലൂടെയാണ്. അല്ലാഹു തആല പറഞ്ഞു, സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖ്, എല്ലാം ഒറ്റയടിക്ക് തുറക്കില്ല. എന്റെ മഹാത്ഭുതങ്ങൾ, പ്രാപഞ്ചിക അത്ഭുതങ്ങൾ പലതും ഞാൻ പിന്നീട് അങ്ങനെ ജനങ്ങൾക്ക് കാണിക്കുകയും അറിയിക്കുകയും ചെയ്യുമെന്നാണ് അല്ലാഹു പറയുന്നത്. അതുകൊണ്ട് പിന്നീട് അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു, അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത് ഒരു ചെറിയ ഉദാഹരണം ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. സൂറത്തു നിസായിലെ 56-ാമത്തെ ആയത്ത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ എത്ര കറക്റ്റായിട്ടാണ് ഖുർആൻ കാര്യങ്ങൾ പറയുന്നത്. ആഴക്കടലിലെ ഇരുട്ടിനെ കുറിച്ച് ഖുർആൻ പ്രതിപാദിച്ചിട്ടുണ്ട്. ആഴക്കടലിലെ ഇരുട്ടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ 972 സ്കാൻഡിനേവിയൻ നാവികർ ആഴക്കടലിന്റെ ഇരുട്ട് കണ്ടെത്തുന്നത്. അവര് കണ്ടെത്തുന്നത് അപ്പോഴാ. എന്നാലോ ഖുർആൻ അതെന്ത് പറഞ്ഞു? 7-ാം നൂറ്റാണ്ടിൽ പറഞ്ഞു. അതുകൊണ്ട് ഇവർ കണ്ടെത്തിയത് ഖുർആനിൽ തെളിയിക്കപ്പെട്ട സത്യങ്ങൾ ഖുർആനിൽ ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഈമാൻ വർദ്ധിക്കും. അതിനുവേണ്ടി മാത്രം പറഞ്ഞതാണ്. അതേസമയം തെളിയിക്കപ്പെടാത്ത നിഗമനങ്ങളോ അത് പറഞ്ഞാൽ ഒരുപക്ഷെ തിരുത്തപ്പെടാനുള്ളതായിരിക്കും. തിരുത്തപ്പെട്ട് കഴിയുമ്പോൾ ഖുർആനും തിരുത്തപ്പെടേണ്ട ഒരു ഗതികേട് വരും. ഇല്ല, നമുക്ക് മനസ്സിലായില്ലെന്ന് പറഞ്ഞാൽ മതി. എന്നാലും ഇത്തരം തെളിയിക്കപ്പെട്ട യാഥാർത്ഥ്യങ്ങൾ, ആഴക്കടലിലെ ഇരുട്ട് അതൊരു പച്ചയായ യാഥാർത്ഥ്യമാണ്. കടലിന് 2 തലങ്ങളുണ്ട്. ഉപരിതലമുണ്ട്, അഗാധതലമുണ്ട്. അഗാധതലത്തിൽ കൂരിരുട്ടാണ്, കണ്ണ് കാണാത്ത ഇരുട്ടാണ്. ഇത് 972 കണ്ടെത്തുന്നത് സ്കാൻഡിനേവിയൻ നാവികർ. അവർ ഉപകരണം വഴി സമുദ്രത്തിലേക്ക് ഊളിയിടുകയാണ്, എന്നിട്ട് കണ്ടെത്തുകയാണ്. എന്നിട്ട് അവിടെ ചെന്ന് അവർ പരിശോധിക്കുമ്പോൾ അവർ പറയുന്നത് ഭയങ്കര ഇരുട്ടാണ്. ഇരുട്ടെന്ന് പറഞ്ഞാൽ നമ്മളൊന്നും സങ്കല്പിക്കുന്ന പോലെയുള്ള ഇരുട്ടല്ല. എത്രത്തോളം ഒരു അത്ഭുതം!
അവർ പറഞ്ഞതാണ് അല്ലാഹു ആലം, ഒരു അത്ഭുതം. അവിടെ ജീവിക്കുന്ന ഈ താഴെ തട്ടിലുള്ള കടലിലുള്ള മൃഗങ്ങൾക്ക്, മത്സ്യങ്ങൾക്ക് അവർക്ക് അല്ലാഹു കണ്ണുപോലും കൊടുത്തിട്ടില്ല. കാരണം കണ്ണുണ്ടായാലും കാണാത്ത ഒരു ലോകമാണത് എന്നാണ് ഇവരതിന് കാരണം പറഞ്ഞത്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ഇവിടെ ഖുർആൻ പറയുന്ന സത്യനിഷേധികളുടെ ഉദാഹരണം പറയുമ്പോൾ ഖുർആൻ ഇത്തരം ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ സത്യനിഷേധികൾ കണ്ണു ചിമ്മിയിരുട്ടാക്കുന്ന ഈ പരിപാടി ഏതുപോലെയാണെന്നറിയോ? ഇത് ആഴക്കടലിലെ ഇരുട്ടുപോലെയാണ്. ആഴക്കടലിലെ ഇരുട്ടുപോലെയാണ്. യഗ്ഷാഹു മൗജും മിൻ ഫൗഖിഹി മൗജും മിൻ ഫൗഖിഹി സഹാബ്. യഗ്ഷാഹു മൗജുൻ, ആഴക്കടലിനെ ഒരു തിരമാല വലയം ചെയ്യുന്നുണ്ട്. ഇതാണ് അഗാധതല തിരമാല. മിൻ ഫൗഖിഹി സഹാസ് മൗജ്, അതിന്റെ മുകളിൽ വേറെ ഒരു തിരമാലയുണ്ട്. ഉപരിതല തിരമാല, നമ്മൾ കാണുന്ന തിരമാല ഏതാണ്? ഉപരിതല തിരമാല. ഇതിനേക്കാൾ എത്രയോ ഭീമാകാരമാണെന്നാണ് നേരത്തെ ഇവർ പറഞ്ഞത്. ഈ അഗാധതല തിരമാലകളെ കുറിച്ച് വലിയ തിരമാലകളാണ്, നമുക്ക് ചിന്തിക്കാനും ഓർക്കാനും കഴിയുന്നതിന്റെ അപ്പുറത്താണ്. ഖുർആൻ പറയുന്ന മുകൾ ഭാഗത്ത്, അതിന്റെ മുകൾ ഭാഗത്ത് വേറെയും തിരമാലയുണ്ട്, ഉപരിതല തിരമാല. മിൻ ഫൗഖിഹി സഹാബ്, അതിന്റെ മുകളിൽ മേഘവുമുണ്ട്. മുകളിൽ മേഘം, ഒരു ഉപരിതല തിരമാല, ഒരു അഗാധതല തിരമാല. ഇതെല്ലാം കൂടെയാണ് കഴിയുമ്പോൾ ആഴക്കടലിൽ ദുലുമാത്തും ബഅ്ദുഹാ ഫൗഖ ബഅദ്, ഇരുട്ടോടിരുട്ട് കട്ട പിടിച്ച് കിടക്കുകയാണ്. ദുലുമാത്തും ബഅ്ദുഹാ ഫൗഖ ബഅദ്, ഇരുട്ടോടിരുട്ട് കട്ട പിടിച്ച് കിടക്കുകയാണ് അവിടെ. അവിടെ എത്രത്തോളം എന്ന് ചോദിച്ചാൽ, നല്ല ബന്ധുള്ള ഒരു റൂം. ആ റൂമിൽ കയറിയിട്ട് നിങ്ങൾ ലൈറ്റൊക്കെ അങ്ങോട്ട് ഓഫാക്കി, നല്ല ഇരുട്ടാണ്. ആ ഇരുട്ടത്ത് വരെ നിങ്ങളുടെ കൈ നിങ്ങളുടെ മുഖത്തുകൂടെ ഒന്ന് വീശി നോക്കൂ, എന്തോ ഒരു സാധനത്തിൽ അങ്ങനെ പായുന്നുണ്ട് എന്ന് തോന്നും. ഏത് കൂരിരുട്ടിൽ കയറിയിട്ടൊന്ന് ഇങ്ങനെ ആക്കുമ്പോൾ എന്തോ ഒരു സാധനത്തിൽ പോകുന്നത് പോലെ അങ്ങനെ തോന്നും. എന്നാൽ ആഴക്കടലിന്റെ ഇരുട്ടിനെ കുറിച്ച് അല്ലാഹു പറയുന്നു, സ്വന്തം കൈ മുഖത്തിന്റെ അടുത്തുകൂടെ ഇങ്ങനെ വീശുകയാണെങ്കിൽ ആ കൈ കാണില്ല എന്നല്ല അല്ലാഹു പറഞ്ഞത്, കാണുന്നതിന്റെ അയലത്ത് പോലും എത്തില്ല. ലം യക്കദ് യറാഹാ, കാണാൻ അടുത്തു പോലും എത്തില്ല. കാണുക എന്നത് അവിടെ നടക്കുകയേ ഇല്ല. വമല്ലം യജഅലില്ലാഹു ലഹു നൂറാ ഫമാ ലഹു മിൻ നൂർ. ഇതേ രൂപത്തിലാണ് സത്യനിഷേധി. അല്ലാഹു വെളിച്ചം കൊടുക്കാത്തവന് വെളിച്ചം കിട്ടില്ല. വമല്ലം യജഅലില്ലാഹു ലഹു നൂറാ ഫമാ ലഹു മിൻ നൂർ. ഈമാനിന്റെ വെളിച്ചമുള്ളവന് അപകടത്തിൽപ്പെടാതെ രക്ഷപ്പെടാം. അപ്പൊ സത്യനിഷേധികളുടെ ഉദാഹരണം ഇത്രയും തുറന്ന ദൃഷ്ടാന്തം ഇവിടെ ഉണ്ടായിട്ട്, ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണെന്നത് തെളിയിക്കുന്ന ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഇവിടെ ഉണ്ടായിട്ട്, ഇതൊക്കെ ഉണ്ടായിട്ട് ഇനിയും ഇതിനെ നിഷേധിക്കാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ ആ സത്യനിഷേധിയെ കുറിച്ച് നമ്മൾ എന്തു പറയണം? അവരെ കുറിച്ച് അള്ളാഹു പറയുന്നത്, ആഴക്കടലിൽ കണ്ണില്ലാതെ തപ്പി നടക്കുന്ന മത്സ്യങ്ങളെപ്പോലെ എന്നല്ലാതെ എന്തു പറയാനാ അവരെ പറ്റി? കണ്ണില്ലാതെ തപ്പി നടക്കുന്ന മത്സ്യങ്ങളെ പോലെ എന്നല്ലാതെ സംഗതി കണ്ണുണ്ടായിട്ടും ഇവർക്ക് കാണാൻ കഴിയുന്നില്ല. ദൃഷ്ടാന്തങ്ങളൊന്നും ഇവർക്ക് വായിക്കാൻ കഴിയുന്നില്ല. അള്ളാഹു ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇത് അള്ളാഹുവിന്റെ കലാമാണ് എന്ന് മനസ്സിലാക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല. ഇന്നഹു ലഖുർആനുൻ കരീം ഫീ കിതാബിൻ മക്നൂൻ. ഫീ കിതാബിൻ മക്നൂൻ, ഇത് മാന്യമായ പാരായണ ഗ്രന്ഥമാണ്. എവിടെ? ഫീ കിതാബിൻ മക്നൂൻ, ഒരു രഹസ്യ കിതാബിൽ, രഹസ്യമായ ഒരു കിതാബിലുള്ള പാരായണ ഗ്രന്ഥമാണിത് എന്ന് പറഞ്ഞാൽ ലൗഹുൽ മഹ്ഫൂദിൽ ഉണ്ടായിരുന്നതാണ് വിശുദ്ധ ഖുർആൻ. അതാണ് ഭൂമിയിലേക്ക് അവതരിക്കുന്നത്. കിതാബിൻ മക്നൂൻ, രഹസ്യമായ കിതാബ്. ഫീ കിതാബിൻ മക്നൂൻ ലാ യമസ്സുഹു ഇല്ലൽ മുതഖറൂൻ, ശുദ്ധിയുള്ളവർക്കല്ലാതെ ആ ഗ്രന്ഥം തൊടാൻ പറ്റില്ല. ലാ യമസ്സുഹു ഇല്ലൽ മുതഖറൂൻ, ശുദ്ധിയുള്ളവർക്കല്ലാതെ ആ ഗ്രന്ഥം തൊടാൻ പറ്റില്ല. ലാ യമസ്സുഹു ഇല്ലൽ മുതഖറൂൻ. ഇത് ലൗഹുൽ മഹ്ഫൂദിനെ കുറിച്ചാണെങ്കിൽ ലാ യമസ്സുഹു എന്ന് പറഞ്ഞാൽ അതിനെ തൊടൂല എന്ന് പറഞ്ഞാൽ, കിതാബുൻ മക്നൂൻ എന്നാണെങ്കിൽ അത് ലൗഹുൽ മഹ്ഫൂദാണ്. സുരക്ഷിത ഫലകം, സുരക്ഷിത ഫലകം അവിടെയായിരുന്നു. ഈ ലൗഹുൽ മഹ്ഫൂദ് എന്ന് പറഞ്ഞാൽ എന്താ? ഏഴാനാകാശത്തിന്റെ മുകളിലുള്ള വളരെ അത്ഭുതകരമായ ഒരു സ്വർണഫലകമാണ് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞത് കാണാം. ഒരു വലിയ ഫലകം, നമ്മൾ വിചാരിച്ചതുപോലെയല്ല, വലിയ ഒരു സ്വർണഫലമല്ല, മാണിക്യ ഫലകം, വലിയ മാണിക്യ ഫലകമാണ്.
ആ ലൗഹുൽ മഹ്ഫൂദിൽ ലോകത്തിന്റെ മൊത്തം ചിത്രമുണ്ടെന്ന് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്തെങ്കിലേ പറയാൻ കഴിയുള്ളൂ. അപ്പൊ ലൗഹുൽ മഹ്ഫൂദിൽ നമ്മുടെ നാട്ടിൽ ഒരു സുനാമി നടക്കുന്നുണ്ടെങ്കിൽ ലൗഹുൽ മഹ്ഫൂദിൽ അതുണ്ട്. ഇന്ന ഡേറ്റിന് ഒരു സുനാമി നടക്കും, ഇന്ന ഡേറ്റിന് ഒരു ഭൂകമ്പം നടക്കും. ലൗഹുൽ മഹ്ഫൂദ് ലോകത്തിന്റെ മൊത്തം ഒരു ലോകക്രമമാണ്, ലോകത്തിന്റെ മൊത്തമായ ഒരു ചിത്രമാണ് ലൗഹുൽ മഹ്ഫൂദ്. അതിന്റെ ഒരു ഭാഗത്താണ് ഖുർആൻ. ആദ്യമായിട്ട് ഖുർആൻ ഇറങ്ങുന്നത് ലൗഹുൽ മഹ്ഫൂദിലേക്ക്. ലൗഹുൽ മഹ്ഫൂദിന് പതിയായിരുന്നു. ലൗഹുൽ മഹ്ഫൂദിലേക്ക് എത്തിയപ്പോൾ അതിന് അക്ഷരങ്ങളും ശബ്ദങ്ങളും ഒക്കെ ഉണ്ടായത്. അതിന്റെ മുമ്പ് അള്ളാഹുവിന്റെ വചനാണ്. അക്ഷരല്ല, സൗണ്ടില്ല, രൂപല്ല, ആ രൂപത്തിലായിരുന്നു. ലൗഹുൽ മഹ്ഫൂദിലേക്ക് പതിഞ്ഞതോടുകൂടെ ഇതൊക്കെ ഉണ്ടായി, സൃഷ്ടി ഗുണമുണ്ടായി. പിന്നെ അവിടെ നിന്നിങ്ങോട്ട് അവതരിക്കുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എത്തുന്നു. അതെനിക്കിപ്പോൾ വിശദീകരിക്കാൻ സമയമല്ല. നിങ്ങൾ നമ്മുടെ റിസാല പുറത്തിറക്കിയ ഖുർആൻ സ്പെഷ്യൽ പതിപ്പ്, അതിൽ ഖുർആൻ വിശേഷങ്ങൾ എന്ന് പറഞ്ഞ് ഞാൻ എഴുതിയിട്ടുണ്ട്. ആ വിഷയത്തിൽ അത് സംബന്ധമായുള്ള എല്ലാ സംശയങ്ങളും തീർത്ത് എഴുതാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്.